إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന ഒരുമിച്ച് കൂടലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഇത്തരത്തിലുള്ള മജാലിസുകൾ, ആ മജാലിസുകളെ കാണിച്ചുകൊണ്ട് അല്ലാഹു മലക്കുകളോട് പെരുമ പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഇൽമിന്റെ മജാലിസുകളിലേക്ക് നമ്മെ കൂടുതൽ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. ഇൽമിന്റെ മജാലിസുകളുടെ ശ്രേഷ്ഠതകളൊക്കെ ധാരാളമായി കേട്ടവരാണ് നിങ്ങൾ. അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ ഫളലുകളൊക്കെ നൽകണം എന്ന ആ ഒരു തേട്ടത്തോടുകൂടി ഇത്തരത്തിലുള്ള സദസ്സുകളിൽ ഇരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ വന്നതുപോലെ ഇൽമിന്റെ മജാലിസുകളിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവരോട് പറയപ്പെടും, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ ശുദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ പാപങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കി നൽകപ്പെട്ട വിഭാഗങ്ങളായി പിരിഞ്ഞു പോവുക എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ദർസിന്റെ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ തൗഹീദിൽ സംഭവിക്കുന്ന പിഴവുകളെ കുറിച്ചാണ്. ജനങ്ങൾ അല്ലെങ്കിൽ മുവഹിദീങ്ങൾ, തൗഹീദിൽ ജീവിക്കാൻ ആഗ്രഹിക്കേണ്ടവർ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന വിപത്തുകൾ, നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ധാരാളം തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല രൂപത്തിൽ പറയുവാനും ഏറ്റവും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, അലാ ഇന്ന മൻ കാന ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേദത്തിന്റെ ആളുകൾ, ജൂതനസാറാക്കൾ, അവർ 72 കക്ഷികളായി ഭിന്നിച്ചിട്ടുണ്ട്. വഇന്ന ഹാദിഹിൽ മില്ല സതഫ്തരിഖു അലാ 73. എന്റെ ഈ സമുദായം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്റെ ഈ സമുദായം, പ്രവാചകന്റെ ഉമ്മത്ത്, സതഫ്തരിഖു അലാ 73, 73 കക്ഷികളായി അവർ പിരിയുക തന്നെ ചെയ്യും. 72 ഫിന്നാർ, അതിൽ 72 കക്ഷികൾ നരകത്തിന്റെ ആളുകളാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന, അതിൽ ഒരൊറ്റ കക്ഷി മാത്രമാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ വ്യത്യസ്തമായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. എല്ലാ റിവായത്തിന്റെ അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരൊറ്റ കക്ഷി അതാരാണ്? ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, വഹിയൽ ജമാഅ, അത് ജമാഅത്താണ്, മുസ്ലിമീങ്ങളുടെ സംഘമാണ്. വേറെ ചില റിവായത്തിൽ അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിൻപറ്റുന്നവരാണ്. വേറെ ചില ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വര വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് ശരിയായ മാർഗം, റബ്ബിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ശരിയായ മാർഗം, ശരിയായ ഇസ്ലാം. ശേഷം വലതുഭാഗത്തും ഇടതുഭാഗത്തും ധാരാളം വരകൾ വരച്ചു.
എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഈ ഉദാഹരണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് ആദ്യം ഒരു വര വരയ്ക്കുകയും എന്നിട്ട് പറഞ്ഞു, ഇതാണ് ശരിയായ മാർഗം. ഈ ശരിയായ മാർഗത്തിലൂടെ അള്ളാഹുവിലേക്ക് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഈ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ അതിന്റെ ഇടതുഭാഗത്ത് ധാരാളം വഴികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഇടതുഭാഗത്ത് ധാരാളം വഴികൾ വരച്ചു, വലതുഭാഗത്തും ധാരാളം വഴികൾ വരച്ചു. നീ ഹക്കാണെന്ന് കരുതി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വേറെ എവിടെയെങ്കിലുമല്ല ഈ വഴികൾ, മറിച്ച് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമാണ് തെറ്റിപ്പോകാനുള്ള ഈ വഴികൾ. ആ വഴികൾ കേവലം അവിടെ തുറക്കപ്പെട്ട വഴികളായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി തരീഖിൻ മിൻ ഹാദിഹി തുറുഖ് ശൈത്താൻ. ഈ വഴികളിൽ ഓരോരോ വഴികളിലും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പിശാചുക്കളുണ്ട്. ചില റിവായത്തുകളിൽ വന്നതുപോലെ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരക കവാടങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വഴികളിലുണ്ട്. അപ്പോൾ ഈ ശരിയായ മാർഗത്തിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ വലാലത്തിന്റെ മാർഗങ്ങളിലേക്ക്, വഴികേടിന്റെ മാർഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പിശാചുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ. ആ പ്രബോധകരെ ആരെങ്കിലും അവര് പറയുന്ന ദഅവത്ത് ആരെങ്കിലും സ്വീകരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോയാൽ അവരെ നരകത്തിലേക്ക് ഈ പ്രബോധകർ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്റെ സഹോദരങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം ശരിയായ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് തോന്നിപ്പോകരുത്, ഇനി നമുക്കെന്നും പേടിക്കാനില്ല എന്ന ചിന്ത നമുക്കുണ്ടാകരുത്. ഇനി ഞാൻ തൗഹീദ് മനസ്സിലാക്കി, ഹക്ക് മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി, ഇനി ഒരിക്കലും ഞാൻ വഴികേടിലേക്ക് ആവില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ളലാലത്തിലാക്കുന്നതിനെ തൊട്ട് എപ്പോഴും റബ്ബിനോട് കാവൽ ചോദിക്കുക. ആരെങ്കിലും അത്തരത്തിൽ നിർഭയരായി ജീവിക്കുന്നുവെങ്കിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ പറയുന്നതായി കാണാം, നിർഭയരായി ജീവിക്കാൻ ഒരിക്കലും വിശ്വാസിക്ക് സാധിക്കുകയില്ല. ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോവുകയില്ല, ളലാലത്തിലേക്ക് പോവുകയില്ല എന്ന് സ്വന്തം നിർഭയരായി ജീവിക്കാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മെ തെറ്റിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വഴിയിൽ നിന്ന് തെറ്റുക എന്നൊക്കെ പറയുമ്പോൾ ചില സഹോദരങ്ങൾ ചിന്തിക്കും, ഈ വഴിയിൽ നിന്ന് തെറ്റൽ കുഫറിലേക്ക് പോകലാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാർഗങ്ങളാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ 73 കക്ഷികൾ, അതിലൊന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാക്കി 72 കക്ഷികളും കാഫിരീങ്ങളാണ് എന്നുള്ളതല്ല, മറിച്ച് അവർ മുസ്ലിമീങ്ങളാണ്. ഇമാം ഷാത്തിബി റഹിമഹുല്ലയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും ഒക്കെ വിശദീകരിച്ചതുപോലെ അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷേ ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാ അന അലൈഹി അൽയൗമ വ അസ്ഹാബി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളാണ്. എങ്ങനെയാണ് വ്യതിചലിക്കുക? അത് ഇമാം ഔസാഇ റഹിമഹുല്ല, ഇമാം അഹ്ലി ശ്യാം, അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു ഒരു കൽപ്പന നമ്മോട് കൽപ്പിച്ചാൽ, ശരിക്ക് എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, ഇത് നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ പിശാച് നമ്മെ വഴികേടിലാക്കാൻ 2 മാർഗങ്ങളാണ് സ്വീകരിക്കുക. ഒന്നുകിൽ അതിര് കവിച്ചലിന്റെ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതിര് കവിച്ചലിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ദീനിൽ കണിശമാകാത്ത വിഷയങ്ങളിൽ കണിശത കാണിക്കുന്ന മാർഗം, അത് ളലാലത്തിലേക്കുള്ള മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇളവ് വന്നിരിക്കുന്ന വിഷയങ്ങളിൽ കണിശത കാണിക്കുക. ചില ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാകാൻ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഫിഖ്ഹിയായ മസായിലുകളിൽ വിശാലത കാണിക്കുക എന്നുള്ളത് സലഫുകളുടെ രീതിയാണ്, സഹാബത്തിന്റെ രീതിയാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന വിഷയങ്ങളാണ് ഇജ്തിഹാദിയായ മസായിലുകളിൽ. എന്നാൽ ഇന്നൊരുവൻ ആ വിഷയത്തിൽ കൂടുതൽ കണിശത കാണിക്കുന്നുവെങ്കിൽ അത് തെറ്റിലേക്കുള്ള മാർഗമാണ്. ഉദാഹരണത്തിന് ധാരാളം മസായിലുകൾ, കൈകെട്ടേണ്ട വിഷയം എവിടെയാണ് കൈകെട്ടേണ്ടത്? ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി കണിശമായി ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളവരൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന ഭാവത്തിൽ മറ്റുള്ളവരോട് സമീപിക്കുന്നുവെങ്കിൽ അവൻ ശരിയായ ഹക്കിന്റെ മാർഗത്തിൽ നിന്ന് ആ വിഷയത്തിൽ വ്യതിചലിച്ചവനാണ്. ഇങ്ങനെ ഏതൊരു മസ്അലയും
ഫിഖ്ഹിയായ മസ്അലയിൽ അതിര് കവിയുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ മുബ്തദിഅാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കാഫിറാണ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം അനുവദിക്കുന്ന പരിധിക്കപ്പുറം നിന്നുകൊണ്ട് ആളുകളെ പെട്ടെന്ന് തബ്ദീഅ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല. അത് ഖവാരിജുകളുടെ രീതിയാണ്, ഹദ്ദാദികളുടെ രീതിയാണ്. നേരെ മറിച്ച് ഇപ്പുറത്തെ വശം, ഒരു വ്യക്തിയിൽ നിന്ന് പിഴവുകൾ ഉണ്ടായാലും ഒരു വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അതുപോലെ തന്നെ ബിദ്അത്തുകാരെ ചേർത്ത് പിടിക്കുകയും ബിദ്അത്തിന്റെ ആളുകളെ സ്നേഹിക്കുകയും അവരോട് വർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതും ഇസ്ലാമിനെ പൊളിച്ചു കളയും. ഇതാണ് ഇമാം ഔസാഇ റഹിമഹുല്ല പറഞ്ഞത്, പിശാച് രണ്ട് രൂപത്തിൽ പരിശ്രമിക്കും. ഒന്നുകിൽ അതിര് കവിച്ചലിന്റെ മാർഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും, അതല്ലെങ്കിൽ ദീനിൽ പറ്റേ ഇളവ് നൽകുന്ന ആളുകളായി അവരെ കൊണ്ടുപോകും. എന്ത് ചെയ്താലും പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അതിന് വ്യക്തമായ ഉദാഹരണമാണ്. മ്യൂസിക് ആണെങ്കിലും പ്രശ്നമില്ല, ആണും പെണ്ണും കൂടിക്കലരുന്നത് പ്രശ്നമില്ല, എല്ലാം ഭൗതികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ അതൊരൊറ്റ മാർഗമേ ഉള്ളൂ, അതൊരൊറ്റ മാർഗമാണ്. വേറെ ചില ആളുകൾ എന്ന് പറയാറുണ്ട്, എല്ലാവരും പറയുന്നു ഞങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, എല്ലാവരും പറയുന്നു ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഹക്ക് മനസ്സിലാവുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അവിടുന്ന് അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പറയാറുണ്ട്, വേറെയും ചില ഹദീസുകളിൽ വന്നതുപോലെ, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, ജനങ്ങളെ നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത്. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതാണ്. എന്റെ ഓരോരോ സഹോദരങ്ങൾ, നിങ്ങൾ ഇന്ന് ഈ ഹദീസ് കേൾക്കുമ്പോൾ ശരിക്ക് ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ. തറക്തുകും, ജനങ്ങളെ നിങ്ങളിൽ ഓരോരുത്തരെയും, സൈദിനെയും അംറിനെയും ഓരോരുത്തരെയും, അലൽ മഹജ്ജത്തിൽ ബൈളാ, വ്യക്തമായ ഒരു മാർഗത്തിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ബൈളാ, വ്യക്തമായ വെളിച്ചമുള്ള വെള്ള മാർഗത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ വിട്ടുപോകുന്നത്. ശേഷം അവിടുന്ന് പറഞ്ഞു, ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രികൾ രാവുപോലെ പ്രകാശപൂരിതമാണ്, പകല് പോലെ പ്രകാശപൂരിതമാണ്. എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിൽ അവ്യക്തമായ ഒന്നുമില്ല. നമ്മുടെ ഇസ്ലാമിൽ അവ്യക്തമായ ഒരു കാര്യവും നമുക്കില്ല, വ്യക്തമാണ് വിഷയങ്ങൾ. എപ്പോഴാണ് ഒരു വ്യക്തി മുസ്ലിമാവുക, എപ്പോഴാണ് ഒരു വ്യക്തി മുസ്തഖീമാവുക, എപ്പോഴാണ് ഒരു വ്യക്തി സലഫിയാവുക, എപ്പോഴാണ് മുബ്തദിഅാവുക, എപ്പോഴാണ് കാഫിറാവുക, ഈ മാർഗങ്ങളൊക്കെ ഈ ദീനിൽ വ്യക്തമാണ്. ശേഷം അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം, ലാ യസീഗു അൻഹ ഇല്ലാ ഹാലിക്, ഈ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ ഒരൊറ്റ ആള് മാത്രമാണ്. ആരാണവൻ? ഹാലിക്, അവൻ പിഴച്ചവൻ, അവൻ നശിക്കാനുള്ളവനാണ്. ഇത്രയും വ്യക്തമായ മാർഗം അവന്റെ മുന്നിലുണ്ടായിട്ടും അതിനെക്കുറിച്ച് അവൻ പഠിച്ചില്ല എങ്കിൽ അവനാണ് ഈ വഴിയെ തൊട്ട് തെറ്റിപ്പോവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാർഗത്തിന് പ്രവാചകൻ കാണിച്ചു തന്ന, സഹാബത്ത് പഠിപ്പിച്ചു തന്ന മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗത്തിൽ നിലനിൽക്കുന്ന ആളുകൾ എന്ന് പ്രവാചകൻ പറഞ്ഞ ആ മാർഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സലഫിയ്യത്ത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇതൊക്കെ ഒരു കാര്യത്തിന് പറയുന്ന വ്യത്യസ്തമായ പേരുകളാണ്. അഹ്ലുസുന്ന എന്ന പേര് ആദ്യ കാലഘട്ടം ഉപയോഗിക്കാറില്ല, മറിച്ച് അന്നെല്ലാവരും മുസ്ലിമീങ്ങൾ എന്നാ പറയാറുള്ളൂ. പിന്നീട് അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അ വന്നു, ബിദ്അത്തിന്റെ ആളുകൾ. അപ്പോഴാണ് അഹ്ലുസുന്ന എന്ന പേര് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞ ആ സുന്നത്തിലേക്ക് ചേർത്തുകൊണ്ട് അഹ്ലുസുന്ന എന്ത് പേര് സ്വീകരിച്ചു? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അഇനെതിരായി. പിന്നീട് കാലഘട്ടം കുറെ കഴിഞ്ഞു, എല്ലാവരും സുന്നത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങി. കാരണം സുന്നത്ത് എന്നുള്ളത് വിശാലമായ ഒരു പദപ്രയോഗമാണ്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും പറയുന്നു നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, തബ്ലീഗ് ജമാഅത്ത് പറയുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, അതുപോലെ തന്നെ മറ്റ് മുജാഹിദ് സംഘടനകളിൽ പലരും പറയുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. ഇങ്ങനെ പറയുന്നവരെ അളക്കാനുള്ള മാനദണ്ഡം എന്താണ്? സലഫുസ് സാലിഹീങ്ങൾ ദീന് മനസ്സിലാക്കിയതുപോലെയാണോ ഇവർ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ് ദീന് മനസ്സിലാക്കുന്നതെങ്കിൽ അവരാണ് സലഫികൾ. അതിനാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു വ്യക്തി വന്നിട്ട് ഇല്ലാതെ സലഫി അല്ലാത്ത ഒരുവൻ വന്ന് അവൻ സലഫിയാണെന്ന് വാദിച്ചാൽ നമുക്ക് അവരുടെ സലഫിയത്ത് അളക്കാനുള്ള മാർഗം എന്താണ്? മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെയാണോ ഇവൻ ദീന് മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പന്യായമായി ഒരാളെ തബ്ദീഅ് ചെയ്യുമ്പോൾ, ഫിഖ്ഹിന്റെ ഒരു മസ്അലയിൽ ഒരു വ്യക്തിയെ തബ്ദീഅ് ചെയ്യുന്നു എന്ന് കരുതുക, എന്നിട്ട് അവൻ ചെയ്തവൻ പറയുന്നു ഞാൻ സലഫിയാണ്,
എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ അളക്കുക? അഹ്ലുസുന്നയുടെ ഉലമാക്കൾ തബ്ദീഇൽ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡമാണോ ഇവൻ സ്വീകരിച്ചത്, അവൻ സലഫിയാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ തബ്ദീഇൽ സ്വീകരിച്ച മാർഗമല്ലേ അവൻ സ്വീകരിച്ചത്, ആ വിഷയത്തിൽ അവൻ ഹദ്ദാദിയത്തിന്റെ മനഹജിലാണ്, അല്ലെങ്കിൽ വഴികടന്ന അല്ലെങ്കിൽ ഗുലാത്തിന്റെ ആളുകളുടെ മനഹജിലാണ്. ഇങ്ങനെ ഏത് വിഷയവും നമുക്ക് അളന്നു നോക്കാനുള്ള അളവുകോലാണ് സലഫുസ് സാലിഹീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ളവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷമുള്ളവർ. ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാ ശർഹ് മുസ്ലിമിൽ പറയുന്നു, ഈ 3 നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലഘട്ടമാണ്. ഈ 3 നൂറ്റാണ്ടിലുള്ള മനഹജ് അനുസരിച്ചാണ് ഒരുവൻ ദീന് മനസ്സിലാക്കുന്നത്, അവൻ സലഫിയാണ്. അതാണ് സലഫിയത്തിന്റെ മാനദണ്ഡം. അതല്ലാതെ ആരെങ്കിലും ഇയാൾ സലഫിയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഒരു വ്യക്തി തന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ താബിഈങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് പറയുന്ന പേരാണ് അവൻ സലഫി എന്നുള്ളത്. സലഫിയത്ത് എന്ന് അതിനാണ് പറയുന്നത്. യഥാർത്ഥ ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് സലഫിയത്ത് എന്നുള്ളത്. ഇസ്ലാമിന് ഉള്ളിൽ ഇന്ന് പല ആളുകളുമുണ്ട്, സമസ്തക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമീനിന്റെ ആളുകളുണ്ട്, തബ്ലീഗ് ജമാഅത്ത് ഉണ്ട്, ഖവാരിജുകളുണ്ട്, ഷിയാക്കളുണ്ട്. എല്ലാവരും പറയുന്ന അവർ മുസ്ലിമീങ്ങളാണ്. അപ്പോൾ അത് കുടിച്ചാക്കി യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖം പരിചയപ്പെടുത്താനാണ് പണ്ഡിതന്മാർ സലഫിയത്ത് എന്ന പദപ്രയോഗം നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, നാം സലഫികൾ എന്ന് പറയുമ്പോൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന യഥാർത്ഥ മാർഗത്തിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ആദ്യ കാലഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ സൃഷ്ടിച്ചത് യഥാർത്ഥ തൗഹീദിലാണ്. ആളുകൾ മുവഹ്ഹിദീങ്ങളായിട്ടാണ് ജീവിച്ചത്. അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ നൽകി. പിന്നീടാണ് ഷിർക്കിന്റെ കണികകൾ ജനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് പലതരത്തിലും ഷിർക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. തൗഹീദ് പൊളിക്കാനും ഷിർക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും ധാരാളമായി പിശാച് പരിശ്രമിക്കുകയും അതിന്റെ ഫലമായി അവൻ പല വിഷയങ്ങളിലും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഷിർക്കിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൗഹീദിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മുർസലീങ്ങളെ നിയോഗിച്ചത്. ആദ്യം വന്നത് നബിമാർ മാത്രമാണ്. ഷിർക്ക് ജനങ്ങൾക്കിടയിൽ വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചത്. നിങ്ങൾക്കറിയാം, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം സമൂഹത്തിൽ കൊലപാതകം നടന്നു. ഹാബീലിന്റെയും ഖാബീലിന്റെയും വിഷയം, എത്രയെത്ര അനാചാരങ്ങൾ നടന്നു. ഉലമാക്കൾ പറയുന്നത് പോലെ ധാരാളം തെറ്റുകൾ ആ സമയത്ത് നടന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലായി ആരെയും നിയോഗിച്ചിട്ടില്ല. ആദ്യമായി റസൂലിനെ നിയോഗിച്ചത് എപ്പോഴാണ്? സമൂഹത്തിൽ ഷിർക്ക് വന്നപ്പോൾ. സമൂഹത്തിൽ ഷിർക്ക് വന്നു, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നൽകുന്ന അവസ്ഥയെത്തി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി റസൂലിനെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന റസൂലിനെ ആദ്യമായി നിയോഗിച്ചത് ഷിർക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സലഫിയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. സലഫിയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. നാം എപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതും തൗഹീദാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത് പോലെ ഏറ്റവും നല്ല നന്മ അത് തൗഹീദാണ്. ഏറ്റവും കഠിനമായ പാപം അത് ശിർക്കാണ്. നിങ്ങൾ എത്ര തന്നെ നന്മകൾ ചെയ്താലും നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ തൗഹീദ് ഉള്ളവരാണെങ്കിൽ അവസാനം നിങ്ങളുടെ വാസസ്ഥലം സ്വർഗമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദര, തൗഹീദിന്റെ വിഷയത്തിൽ ഒരു പിഴവും നമുക്കുണ്ടായിക്കൂടാ. തൗഹീദിന്റെ വിഷയത്തിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം. ഈ പറയപ്പെട്ട ആമുഖങ്ങൾക്ക് ശേഷം തൗഹീദുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശദീകരിച്ചു പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അതിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ചെറുതായി വിശദീകരിച്ചും നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലഫുസ് സാലിഹീങ്ങളുടെ മൻഹജിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ജനങ്ങൾക്കിടയിൽ തൗഹീദിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഹീദ് എന്ന് പറയുന്നത് അല്ലാഹുവുമായി അവന്റെ അടിമയെ അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും വലിയ ഇബാദത്ത് തൗഹീദാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ ദഅവത്തിനെ കുറിച്ച് നാം നോക്കിയാൽ
എപ്പോഴും അവർ മുൻഗണന നൽകിയിരുന്ന വിഷയം തൗഹീദാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പറയുന്നു. അതിലേറ്റവും മുൻഗണന നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയങ്ങൾ എന്താണ്? ഇബ്രാഹിം നബി തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനെ കുറിച്ചാണ്. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് തൗഹീദിന്റെ വക്താക്കളാണെന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുന്ന നാം ഓരോരുത്തരും സലഫിയ്യത്ത് മനസ്സിലാക്കിയ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ, അള്ളാഹുവിന് 2 ഖലീലേ ഉള്ളൂ, ഇബ്രാഹിമും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസ്സലാത്തു വസ്സലാം. ഈ 2 ആളുകൾ. ഇതിൽ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഖുർആനിൽ അള്ളാഹു പറയുന്നു. അദ്ദേഹം പറഞ്ഞു, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവേ എന്നെയും എന്റെ കുടുംബത്തെയും നീ വിഗ്രഹാരാധനയെ തൊട്ട് കാത്തു രക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ട്. ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി റഹിമഹുള്ളയിൽ നിന്ന് ഇമാം തബരിയും ഇബ്നു അബി ഹാതിമും ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, അദ്ദേഹം പറയാറുണ്ട്, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിമിന് ശേഷം ഈ വിഷയത്തിൽ നിർഭയരായി ജീവിക്കാൻ ആർക്കാണ് സാധിക്കുക? എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. നാം എപ്പോഴെങ്കിലും റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടോ, അല്ലാഹുവേ വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ നീ രക്ഷിക്കണമെന്ന്? നമ്മൾ പല ആളുകളും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ദുആ ചെയ്യുന്നതിൽ ഒതുക്കുന്നു. ഇനി ആഖിറത്തിനെ കുറിച്ച് നമ്മൾ ചോദിച്ചാലും അല്ലാഹുവേ സ്വർഗം നൽകണമെന്ന് ചോദിക്കുന്നവരുണ്ടാകും. ഖബറിലുള്ള ശിക്ഷ നീക്കി തരണമേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ റബ്ബേ വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ നീ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിർക്കുകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി നാം അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടോ? ഒരു പക്ഷേ പല സഹോദരങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം എന്തായിരിക്കും? അങ്ങനെ ചെയ്യാറില്ല എന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിൽ നിർഭയത്വം വന്നിട്ടുണ്ട്. ശിർക്ക് നമ്മിൽ നിന്ന് സംഭവിക്കില്ല എന്നറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി കടന്നിട്ടുണ്ട് എങ്കിൽ നാം അല്ലാഹുവിനോട് ഈ ദുആ വർദ്ധിപ്പിക്കണം. സഹോദരങ്ങളെ, എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എത്രയെത്ര ആളുകൾ തൗഹീദിന് വേണ്ടി പരിശ്രമിച്ച ആളുകൾ അവസാനം ശിർക്കിലേക്കും അല്ലാഹുവിനെ നിഷേധിക്കുന്നതിലേക്കും പോയിട്ടുണ്ട്. സൗദിയിൽ ജീവിച്ച അബ്ദുല്ലാ അൽ ഖസീമി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം നിരീശ്വരവാദികൾക്കെതിരിൽ ശക്തമായി ദഅവത്ത് നടത്തിയ, അവർക്കെതിരിൽ ശക്തമായ ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ്. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന് ചില പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇത് സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ മഹറാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഖിദ്മത്ത് ചെയ്ത, നിരീശ്വരവാദികളെ പൊളിച്ചടക്കിയ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന വ്യക്തി. അവസാനം അവർക്ക് ഗ്രന്ഥങ്ങളിലൂടെ മറുപടി നൽകി, സംസാരങ്ങളിലൂടെ മറുപടി നൽകി, അവരുടെ ആശയങ്ങൾ വായിക്കാൻ വേണ്ടി തുടങ്ങുകയും അവസാനം പിഴച്ചു പോവുകയും നിരീശ്വരവാദിയായി മരിക്കുകയും ചെയ്തു. സൗദിയിൽ ജീവിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹം. അവസാനം നിരീശ്വരവാദിയായി ചത്തു. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏത് സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സബാത്തിനെ നമ്മിൽ നിന്ന് നീക്കിക്കളയുക എന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞ ഹദീസ്, അഥവാ നിങ്ങളെ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വഴികേടിലേക്ക് നയിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. അത് കേവലം മൂടപ്പെട്ട വഴികളല്ല, മറിച്ച് അവിടെയൊക്കെ നിങ്ങളെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. പിശാച് നിങ്ങൾക്ക് ആ മാർഗങ്ങൾ നല്ലതാക്കി തോന്നിത്തരും. അത് രണ്ടാലൊരു മാർഗത്തിലായിരിക്കും. ഇനി ചില ആളുകളൊക്കെ വഴികേടിലാകുന്നത് എങ്ങനെയാണ്? പറയും, അവർ എല്ലാ വിഷയത്തിലും നല്ല സ്ട്രോങ് നിലപാട് സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ ഒരു സ്ട്രോങ് ദീനിലില്ല. ദീനിൽ തമസ്സുക്കാണ്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ സ്ട്രോങ് ആകേണ്ട ആവശ്യമില്ല, മറിച്ച് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുക. അതല്ലാതെ അതിര് കവിഞ്ഞ മാർഗം അത് കണ്ടിട്ട് നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് വലാലത്താണ്. ഇമാം ഔസാഇ റഹിമഹുള്ള പറഞ്ഞതുപോലെ നേരെ മറിച്ചും തെറ്റുകൾ കണ്ടാൽ അതിനെതിരിൽ മിണ്ടാതിരിക്കുക, ഒരു പാപം കാണുമ്പോൾ മനസ്സിൽ യാതൊരു കറയുമില്ലാതിരിക്കുക. ഇപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുക, നാം നടന്നു പോകുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കണിക, എന്തെങ്കിലും ഒരു എതിർപ്പ് വരുന്നുണ്ടോ? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ചില സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, തൗഹീദ് സലഫിയത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം റബ്ബുമായി അടുത്തിരിക്കുന്നതാണെന്നൊരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഈമാൻ അത് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ അളക്കാനുള്ളൊരു മാനദണ്ഡം അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സഹീഹ് മുസ്ലിമിൽ. അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, മൻ റഅ മിൻകും മുൻകറ,
ഫൽയുഗയ്യിർഹു ബിയദി, ഒരു തെറ്റ് കണ്ടാൽ അവൻ കൈകൾ കൊണ്ട് ആ തെറ്റുകൾ നിർത്തണം, അവന് സാധിക്കുമെങ്കിൽ. വീട്ടിൽ ഭാര്യ ഹറാമ് ചെയ്യുന്നത് കണ്ടു, അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചു വെക്കണം, ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ഭാര്യ തന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു, മ്യൂസിക് കേൾക്കുന്നു. ഇന്നങ്ങനെയാണല്ലോ, ചില ഉമ്മമാർ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കും. ഈ സമയം മക്കൾ കേൾക്കുന്നതിൽ മ്യൂസിക് ഉണ്ടെങ്കിലും ഉമ്മമാർ നിസാരവൽക്കരിക്കും. അങ്ങനെയാണെങ്കിൽ അറിയുക, നമ്മുടെ ഈമാനിൽ പ്രശ്നങ്ങളുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫമൻ ലം യസ്തതി' ഫബിലിസാനി, നാവ് കൊണ്ട് എതിർക്കുക. ഫമൻ ലം യസ്തതി', നാവ് കൊണ്ട് എതിർക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ഫബിഖൽബി, മനസ്സുകൊണ്ട്. ശേഷം അവിടുന്ന് പറഞ്ഞ വാക്ക് എന്താ? വദാലിക. എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഞാൻ പറഞ്ഞാൽ ഇതൊരു നസീഹത്തും അല്ലെങ്കിൽ ഒരു മുഹാവറയുമായി കണ്ട് അവിടുന്ന് പോകാനുള്ളതല്ല. നമ്മൾ ചിന്തിച്ചു മാറണം. അവിടുന്ന് പറഞ്ഞു വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖയാണ്. ശിർക്ക് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടും നമ്മുടെ മനസ്സിൽ ഒരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല എങ്കിൽ, അതിനെതിരിൽ ഒരു എതിർപ്പും നമ്മുടെ മനസ്സിൽ വരുന്നില്ല എങ്കിൽ അറിയുക, നമ്മുടെ ഈമാൻ അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു വദാലിക അദ്അഫുൽ ഈമാൻ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അദ്അഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്, ഏറ്റവും ദുർബലമായ എന്നാണ് അർത്ഥം. ഏറ്റവും ദുർബലമായ ഈമാനാണ് അവന്റെ ഈമാൻ. ഇത് നമ്മൾ വിചാരം എന്താ? നമ്മളൊക്കെ തിരക്കേടില്ല, സംസാരിക്കുന്ന ഞാനാണെങ്കിലും നമ്മൾ പല ആളുകളും നമ്മുടെ ജീവിതം കണ്ടാൽ തോന്നിപ്പോകും നമ്മളൊക്കെ നാളെ മരണപ്പെട്ടാൽ നാളെ സ്വർഗത്തിൽ പോകുന്ന ജീവിതമാണ് പല ആളുകളും. എന്നാൽ മുൻഗാമികൾ അവർ ഒരു പാപം കണ്ടാൽ, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ ഒരു തെറ്റ് കണ്ടാൽ അദ്ദേഹം അള്ളാഹുവോടുള്ള ഭയപ്പാട് കാരണത്താൽ അദ്ദേഹം മൂത്രമൊഴിക്കുമ്പോൾ രക്തം പോകാറുണ്ട് റഹിമഹുല്ലാ. അവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ, അവരാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ. ഒരു തെറ്റ് കണ്ടാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. മൻസൂർ ബിൻ ജാദാൻ, സഫ്വാൻ ബിൻ സുലൈം റഹിമഹുമല്ലാ, അവർ നാളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നാം ചിന്തിക്കുക, നമ്മോട് ഒരാൾ പറയാണ് നിങ്ങൾ നാളെ മരണപ്പെടും, എങ്ങനെയാണ് നമ്മുടെ ജീവിതം ബാക്കി ഉണ്ടാവുക? നാം ഇബാദത്തുകളിൽ മുന്നേറും, സൽക്കർമ്മങ്ങൾ ചെയ്യും. എന്നാൽ നിങ്ങൾ മൻസൂർ ബിൻ ജാദാനിന്റെയും സഫ്വാൻ ബിൻ സുലൈമിനെയും പോലെയുള്ള പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ നാളെ നീ മരിക്കുമെന്ന് അവരോട് പറയപ്പെട്ടാൽ ഇബാദത്തുകളിൽ അവർക്ക് ഇനിയൊന്നും വർദ്ധിപ്പിക്കാനില്ല. അവർ തയ്യാറാണ്, അവർ അതിനുവേണ്ടി തയ്യാറായ ജീവിതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ എപ്പോഴും നാം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദിന്റെ വിഷയത്തിൽ നാം എപ്പോഴും ചിന്തിക്കുക, നാം നിർഭയരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഏത് സമയവും പിശാച് നമ്മെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. എത്രയോ സംഭവങ്ങൾ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കിയാൽ അനേകം ആളുകൾ, തൗഹീദിലുള്ള ആളുകൾ ളലാലത്തിലേക്ക് പോയത് കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കട്ടെ, ഒന്നുകിൽ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, നിരീശ്വരവാദം പോലെയുള്ള കാര്യങ്ങളിലെ. അതല്ല എങ്കിൽ തൗഹീദിൽ യഥാർത്ഥ സലഫിയത്തിൽ നിന്ന് അതിര് കവിഞ്ഞ മാർഗത്തിലേക്ക്, ഗുലാത്തിന്റെ മാർഗത്തിലേക്ക് പോയ ആളുകളുണ്ട്. അതാണ് സലഫിയത്ത് എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, എപ്പോഴും നമ്മുടെ മനസ്സിനെ നാം വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക. തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് സബാത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞപ്പോൾ എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഈ ആയത്ത് മുമ്പ് കേട്ടവരായിരിക്കാം. ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും കേട്ടവരായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ തസ്ബീഖ് എന്താണ്, നാം എത്രത്തോളം അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ എന്റെ ഈമാനിന്റെ അവസ്ഥയെക്കുറിച്ച്, എനിക്ക് ശിർക്ക് വരുമോ എന്ന ഭയം, അതിനെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മുൻഗാമികളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരുടെ ജീവിതം നിങ്ങൾ നോക്കിയാൽ എപ്പോഴും പ്രവാചകൻ സഹാബത്തിനോട് തൗഹീദിനെ കുറിച്ച് പറയും, എപ്പോഴും തൗഹീദിനെ കുറിച്ച് പറയും. അതുകൊണ്ട് തന്നെ അവർക്ക് തൗഹീദ് ജനങ്ങളിൽ നിന്ന് പോകുമെന്നൊരു അവസ്ഥ ചിന്തിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവസാന നാളായാൽ അമാനത്ത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അവസാന നാളായാൽ വിശ്വസ്തത നഷ്ടപ്പെടും. വിശ്വസിച്ച ഒരാളെ ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കച്ചവട ഇടപാട് നടത്തിയാൽ അതിൽ വഞ്ചന. ആരെങ്കിലും ഒരു പൈസ കടം കൊടുത്ത് സഹായിച്ചാൽ ഒന്നുകിൽ അവൻ നമ്മുടെ ശത്രുവാകും, അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടില്ല. ഇങ്ങനെ അമാനത്ത് നഷ്ടപ്പെട്ട് ഇന്ന് വ്യാപകമായി നാം കാണുന്ന ഈ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അമാനത്ത് നഷ്ടപ്പെടും. സഹാബികൾ ചോദിച്ചു, അമാനത്ത് നഷ്ടപ്പെടാനോ? അമാനത്ത് നഷ്ടപ്പെടാനോ? അവർക്കത് ചിന്തിക്കാൻ കൂടി പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സകല തിന്മകളും കൺമുമ്പിൽ കണ്ട് നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ ശീലിച്ചുപോയി. നമുക്കിന്ന് തെറ്റുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. സഹാബത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ദിവസം തൗഹീദിന്റെ ദഅവത്ത് തുടങ്ങി. ആദ്യ മലമുകളിൽ കയറി അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം. അവിടുന്ന് അവസാന സമയം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു, രോഗം കലശലായി, അവിടുന്ന് വേദനകൾ അനുഭവിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ടു. അവിടുത്തെ വേദനകൾ കണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധം പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അവിടത്തേക്ക് ബോധം തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ കാര്യങ്ങളായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ച് അവിടുത്തെ പനി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഷ്ണം തുണിയെടുത്ത് അവിടുത്തെ നെറ്റിയിൽ ഇങ്ങനെ നനച്ച് പ്രവാചകൻ പ്രയാസം അനുഭവിച്ച് മരണത്തിന്റെ വേദന അനുഭവിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, നിശ്ചയമായും മരണത്തിന്റെ വേദനയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോടെ ലോകത്തിന്റെ റസൂൽ ആ സഹാബത്തിന് മുമ്പിൽ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, ജൂത നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന നിമിഷങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവിടുന്ന് മരണത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് തൗഹീദ് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തൗഹീദി ദഅവത്ത് ഏറ്റവും ശക്തമായ നിലയിൽ നടന്നപ്പോൾ നമ്മുടെ ഇസ്സത്ത് എന്തായിരുന്നു? നമ്മുടെ ഇസ്സത്ത് എന്തായിരുന്നു? എവിടെയും കയറി ചെന്ന് തൗഹീദ് പറയുന്നവർ, എവിടെയും കയറി ചെന്ന് ശിർക്കിനെതിരിൽ സംസാരിക്കുന്നവർ. എന്നാൽ ഇന്ന് പല ദഅവത്തുകളും, അന്ന് തൗഹീദി ദഅവത്ത് നടത്തിയ പലരും ആധുനികവൽക്കരിച്ച ദഅവത്തുകൾ, ഭൗതികമായ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യതകല്ലമു ഫീഹ റുവൈബിള, റുവൈബിള സംസാരിക്കുമെന്ന് പറഞ്ഞ സഹാബികൾ ചോദിച്ചു, ആരാണ് പ്രവാചകരെ റുവൈബിള? അല്ലദി യതകല്ലമു ഫീ ഉമൂരിൽ ആമ്മ, പൊതുവായ വിഷയങ്ങളിൽ, പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ അതിൽ മാത്രം സംസാരം ഒതുക്കുന്ന ആളുകളായി നമ്മൾ ഇന്ന് പലരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ, സലഫികളെ, നാം നമ്മുടെ ആ ഇസ്സ്, നമ്മുടെ മജ്ദ് നാം തിരിച്ചെടുക്കണം. തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, തൗഹീദിലുള്ള പിഴവുകൾ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുക, ജനങ്ങൾ തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയിൽ നാം ആക്കി തീർക്കുക. നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവർക്ക് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവരേത് പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും തൗഹീദ് ഉള്ളവരാണെങ്കിൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇന്നും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ആ പണിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഷെയ്ഖ് ബിൻ ബാസിന്റെ ചരിത്രം വായിച്ചു നോക്കുക. 40-ലധികം തവണ കിതാബ് തൗഹീദ് വിശദീകരിക്കും. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ, 26-ലധികം തവണ കിതാബ് തൗഹീദ് വിശദീകരിച്ചു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ നിരന്തരമായി കിതാബ് തൗഹീദ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ തവണ തീരുമ്പോഴും വീണ്ടും അവർ കിതാബ് തൗഹീദ് വായിക്കുന്നു, അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. ഈ ഒരു ഇസ്സത്ത് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചെടുത്തേ പറ്റൂ. അതാണ് നമ്മുടെ മജ്ദ്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇദാ അഖദ്തും അദ്നാബൽ ബഖർ, ഈ ഹദീസ് എന്റെ സഹോദരങ്ങളെ ശരിക്കും ചിന്തിക്കണം. അവിടുന്ന് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ, അവിടുത്തെ സംസാരം വഹിയാണ്, അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇദാ അഖദ്തും അദ്നാബൽ ബഖർ, ദുനിയാവിന്റെ ചരക്കുകൾക്ക് പിന്നാലെ നിങ്ങൾ പോവുകയും ഇവിടുത്തെ കൃഷിയും മറ്റുമായി നിങ്ങൾ ജീവിതം നയിക്കുകയും, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബിസിനസ്സുകളും മറ്റുമായി നിങ്ങൾ ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ, വറദീതും ബിസ്സറ, ദുനിയാവിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ, ഇവിടുത്തെ കൃഷി ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ സുഗമമായി ജീവിക്കുകയും, വദറത്തുമുൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ, എന്താണ് റബ്ബിന്റെ മാർഗത്തിലുള്ള ജിഹാദ്? തൗഹീദിന്റെ ദഅവത്ത്, ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനം, ജനങ്ങളെ തൗഹീദിലേക്ക് അടുപ്പിക്കുക, ശിർക്കിൽ നിന്ന് ശക്തമായി വിലക്കുക, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായി നിലകൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായി പറയുന്നവനെ അവനെ തടുക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹകൾ നമ്മൾ പ്രചരിപ്പിക്കുക. ഇങ്ങനെ ദീനിനെ ഉയർത്തുന്ന സകല പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. അവിടുന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈക്കും ദുല്ല, അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ദിക്കും, നിങ്ങൾക്ക് നിന്ദത വരും, നിങ്ങളെ നിന്ദിക്കുന്ന അവസ്ഥയുണ്ടാകും. നാം ചിന്തിക്കുക, നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഷിആറുകൾ വെച്ച് ആളുകളുടെ മുമ്പിൽ നടക്കാൻ ആളുകൾക്ക് പേടി തോന്നി. ആളുകൾക്ക് പേടിയാണ് താടി വെച്ച് നടക്കാൻ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചു നടക്കാൻ. ആളുകൾ എന്തെങ്കിലും പറയുമോ എന്ന പേടി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തൗഹീദ് പറഞ്ഞാൽ കല്ലേറ് കിട്ടുന്ന അവസ്ഥയുണ്ടായപ്പോൾ ആളുകൾ ഇസ്സത്തോടെ ആ കല്ലേറ് വാങ്ങി.
തൗഹീദ് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾ വകവെക്കാതെ തൗഹീദ് ദഅവത്തിന് വേണ്ടി ഓടി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്ക് അനുഭവിക്കപ്പെടുന്ന ഈ ദുല്ലത്ത്, ഈ പ്രയാസം അല്ലെങ്കിൽ ഈ നിന്ദ്യത അത് നീങ്ങണോ? അത് നീങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും. നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങിപ്പോവുക. ദീനിന്റെ അടിസ്ഥാനം അത് തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ മാർഗം, തൗഹീദിൽ പിഴവുകൾ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അതാണ് ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. അല്ലാഹു ആദ്യമായി ഖുർആനിൽ വിലക്കിയത് എന്താണ്? ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ. നിങ്ങൾ അല്ലാഹുവിന് തുല്യരായി മറ്റൊന്നിനെയും നിങ്ങൾ കാണാൻ പാടില്ല എന്ന കൽപ്പന. അപ്പോൾ ആദ്യമായി അല്ലാഹുവിന്റെ കൽപ്പന ഉഅ്ബുദു റബ്ബക്കും. ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞാൽ വഹീദു റബ്ബക്കും, നിങ്ങൾ തൗഹീദുള്ളവരായി ജീവിക്കുക. തൗഹീദുള്ളവരായി. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ ഏകത്വം നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ ദുആ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നാം ബലിയർപ്പിക്കുന്നത്, നാം സത്യം ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ ഇബാദത്തിന്റെ മേഖലകളും അല്ലാഹുവിന് മാത്രം നൽകുക. അതാണ് തൗഹീദ്. എല്ലാ ദിവസവും ഫാത്തിഹയിൽ നമ്മൾ എന്ത് പറയും? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് തൗഹീദ്. എന്നാൽ ഈ ആയത്തുകൾ ഓതുമ്പോൾ നാം എത്ര പേര് ചിന്തിക്കാറുണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത് എന്ന്? തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഓതണം. അതുകൊണ്ടല്ലേ സൂറത്തുൽ ഫാത്തിഹക്ക് ഇത്രയും മഹത്വം. ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ട തൗഹീദും വലാ ബറാഉം സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ രണ്ട് വിഭാഗത്തെ തൊട്ടും അതിലേക്ക് നമ്മെ നീ അല്ലാഹുവെ ആക്കരുത് എന്ന് പറയുന്നു. വലാ ബറാഇന്റെ അഖീദ. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, യഥാർത്ഥ തൗഹീദിന്റെ അഖീദ. ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ജീവിതത്തിൽ ചുരുങ്ങിയത് ഒരു ദിവസം 17 തവണ ഓതുന്നു. പക്ഷേ നമുക്കൊരു ചിന്തയുമില്ല. തൗഹീദിനെ കുറിച്ച് വേണ്ടതുപോലെ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബി, അല്ലാഹുവിന് മാത്രമായുള്ള കാര്യങ്ങൾ അവന് മാത്രം നൽകുക. അല്ലാഹുവിന് മാത്രമായുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രം നൽകുക. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തസ്വിയതു ഗൈരില്ലാഹി ഫില്ലാഹ് ഫീ ശൈഇൻ മിൻ ഖസായിസില്ലാഹ്. അല്ലാഹുവിന് മാത്രമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കാൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. തൗഹീദിൽ സംഭവിക്കുന്ന പിഴവുകളാണല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്ന തൗഹീദിൽ സംഭവിക്കുന്ന പിഴവാണ് അല്ലാഹുവിന് മാത്രം നൽകേണ്ടത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് ശിർക്ക്. തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹി ഫീ ശൈഇൻ മിൻ ഖസായിസില്ലാഹ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ-ഇസ്തിഖാമയിലും ഇബ്നുൽ ഖയ്യിം മദാരിജുസ് സാലിക്കീനിലും അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ അദ്ദേഹത്തിന്റെ പല റസായിലുകളിലും ഈ തഅരീഫ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു അടിസ്ഥാനം, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്ന തൗഹീദിന്റെ അടിസ്ഥാനം, ഈ തൗഹീദ് ഇല്ല എങ്കിൽ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. സൂറത്തുൻ നിസായിൽ രണ്ടിടത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവുമായി നിങ്ങൾ മറ്റൊന്നിനെ പങ്കുചേർത്താൽ നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല, അത് അല്ലാഹു മാപ്പാക്കുകയില്ല. ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിനോട് പങ്കുചേർത്താൽ അല്ലാഹു മാപ്പാക്കുകയില്ല. അല്ലാഹു പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു, വലൗ അശ്റകു, ആ പ്രവാചകന്മാരിൽ നിന്ന് ശിർക്ക് സംഭവിച്ചാൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട എന്താ? നമ്മൾ മുവഹ്ഹിദീങ്ങളാണ്, ഇനി പ്രശ്നമില്ല എന്നല്ല, മറിച്ച് അവിടുത്തെ പ്രവാചകനോട് പറയുന്നു, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലു. പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ സകല അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കളയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാച് എപ്പോഴും നമ്മളെ കെണിയിൽ അകപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അല്ലാഹു സൂറത്തുൽ ഹിജ്റിൽ പിശാചിന്റെ സംസാരം ഉദ്ധരിക്കുന്നുണ്ട്. പിശാചിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, നീ പോവുക എന്ന് പറഞ്ഞ് അല്ലാഹു ആട്ടിയകറ്റി. വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ, അവസാന നാൾ വരെ നീ ശപിക്കപ്പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സമയം പിശാച് തിരിച്ചു ചോദിച്ചു, ഖാല റബ്ബി ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, അല്ലാഹുവേ
എനിക്കൊരു ചോദ്യമുണ്ട്, ഒരു ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, അവസാന നാൾ വരെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണം. ശേഷം പറഞ്ഞു ഇലാ യൗമിൽ, അല്ലാഹു മറുപടി നൽകി ഫഇന്നക മിനൽ മുൻളരീൻ, നിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ശേഷം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു സമയം വരെ നിനക്ക് ജീവിക്കാനുള്ള അനുമതി നൽകും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ആദ്യമായി സൂറിൽ ഊതപ്പെടുന്നത് വരെ പിശാചിന് ആയുസ്സുണ്ട്. ശേഷം പിശാച് പറയും ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്. ഇത് പിശാചിന്റെ പണിയാണ് സഹോദരങ്ങളെ. പിശാച് പറയുന്നു ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് മോശമായ കാര്യങ്ങൾ ഞാൻ നല്ലതാക്കി കാണിച്ചു കൊടുക്കും. അത് ഏത് മേഖലയിലും. കച്ചവടം ചെയ്യുന്നവന് പലിശ സ്വീകരിക്കാൻ വ്യത്യസ്ത മാർഗങ്ങൾ പിശാച് ഭംഗിയാക്കി കൊടുക്കും. തൗഹീദ് ഉള്ളവന് ശിർക്ക് എത്തിക്കാൻ വ്യത്യസ്ത മാർഗങ്ങൾ പിശാച് എത്തിച്ചു കൊടുക്കും. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനോട് സംസാരിക്കുമ്പോൾ, തൗഹീദ് മനസ്സിലാക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ പറയാണ്, ചില ആളുകൾക്ക് മീൻ പിടിക്കാൻ പോയാൽ അവർക്ക് കൈഭാഗ്യമുണ്ട്. കൈരാശി എന്നൊക്കെയാണ് ഉപയോഗിക്കുന്ന പദങ്ങൾ. എന്താ അതിന്റെ ഉദ്ദേശം? അവർക്ക് ആ കയ്യിൽ പ്രത്യേകിച്ച് എന്തോ ഒരു കഴിവ്. ഇത്തരത്തിലുള്ള സംസാരങ്ങളും വാക്കുകളും അറിയാതെ മുവഹ്ഹിദീങ്ങളിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മേഖല നാം നോക്കിയാലും പിശാച് ചെയ്യുന്ന പണി എന്താണ്? സുന്ദരമായ വാക്കുകൾ പറഞ്ഞ് അലങ്കരിച്ചുകൊണ്ട് അത് നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും. അറിയാതെയോ അറിഞ്ഞോ അത്തരത്തിലുള്ള തൗഹീദിന്റെ വാക്കുകൾ, അല്ലെങ്കിൽ തൗഹീദിനെതിരായ വാക്കുകൾ, തൗഹീദിനെ പൊളിച്ചു കളയുന്ന വാക്കുകൾ നമ്മുടെ നാവുകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച് പറഞ്ഞത് എന്താ? ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, ഞാൻ മോശമായ കാര്യങ്ങൾ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും അവരെ വഴികേടിലാക്കുകയും ചെയ്യും. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ മുഖ്ലസീങ്ങളായ നിന്റെ അടിമകൾ. ബഗവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, മുഖ്ലസീങ്ങളായ അല്ലെങ്കിൽ മുഖ്ലസീങ്ങളായ അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തൗഹീദിലായി ജീവിക്കുന്ന ആളുകൾ, തൗഹീദ് അംഗീകരിച്ച ആളുകൾ. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകൾ, എന്റെ യഥാർത്ഥ അടിമകൾ മുവഹ്ഹിദീങ്ങൾ, അവരിൽ ഒരു സ്വാധീനവും ചെലുത്താൻ നിനക്ക് സാധ്യമല്ല എന്ന് പിശാചിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിച്ച് ശിർക്ക് എങ്ങനെയെങ്കിലും ജനങ്ങളിൽ കടത്തിക്കൂട്ടാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനെന്താ? ഇപ്പൊ ഇന്ന് പൊതുവെ സലഫികളെ കുറിച്ച് പറയുന്നത് എന്താ? ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ സലഫികൾ അത് വിലക്കുമ്പോൾ പറയും അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല, അവർ സാലിഹീങ്ങളെ തള്ളി പറയുന്നവരാണ്, അവർ ഔലിയാക്കളെ ഇഷ്ടപ്പെടാത്തവരാണ്. വല്ലാഹി അല്ല, സലഫികൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു. പ്രവാചകനെ ഇഷ്ടപ്പെടാത്തവൻ കാഫിറാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനിന്റെ നിർബന്ധമായ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അഖീദത്തു സഹാവിയയിൽ ഇമാം തഹാവി റഹിമഹുല്ല പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ് നാം സഹാബികളെ ഇഷ്ടപ്പെടുക. അവരോടുള്ള ഇഷ്ടം ഈമാനിന്റെ ഭാഗമാണ്. ഇത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. എന്നാൽ നമുക്കെതിരിൽ ആളുകൾ എന്ന് പറയുന്നത് എന്താ? അവർ സ്വലാത്ത് ചൊല്ലാത്തവരാണ്, പ്രവാചകനെ ഇഷ്ടപ്പെടാത്തവരാണ്, ഔലിയാക്കളെ അംഗീകരിക്കാത്തവരാണ്. അല്ല, ഇതൊക്കെ കളവുകളാണ്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ കളവ് പറയാൻ പിശാച് അവർക്ക് ഭംഗിയാക്കി കൊടുക്കും. ഇതൊക്കെ അവരുടെ ഉദ്ദേശം എന്താ? തൗഹീദിന്റെ ദഅവത്ത് നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിൽ സംഭവിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞു വന്ന വിഷയം, തൗഹീദിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പിഴവാണ് അല്ലാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകൾ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന സംഘടനകളിൽ, അധിക സംഘടനകളിലും ആ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സമസ്ത വിഭാഗം, EK ആകട്ടെ, AP വിഭാഗമാകട്ടെ, അല്ലെങ്കിൽ മറ്റിതര വിഭാഗങ്ങളാവട്ടെ, അവരിലൊക്കെ ഷിർക്കിന്റെ അംശങ്ങൾ അല്ലെങ്കിൽ ഷിർക്കിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അവർ വ്യാപകമായി മജ്ലിസുകളും മറ്റും നടത്തി അവർ ആഘോഷിക്കുന്ന, അവർ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ബുർദ മജ്ലിസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എത്രയോ ബുർദ മജ്ലിസുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ ധാരാളമായി കണ്ട് നമ്മുടെ മനസ്സ് കഠിനമായ കാരണത്താൽ അത് കാണുമ്പോൾ റബ്ബിനെ അല്ലാതെയല്ലേ ഈ ആരാധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പലപ്പോഴും ഈ ശിർക്കുകൾ വ്യാപകമായി കണ്ടതിന്റെ പേരിൽ ആ തെറ്റുകളുടെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു പോയതുകൊണ്ടാണ്. അതല്ല എങ്കിൽ ബുർദ മജ്ലിസിൽ നടക്കുന്ന ശിർക്കിന്റെ ഗൗരവം എത്രയാണ്? എത്ര വലിയ ഗൗരവമുള്ള പാപമാണ് ഷിർക്കിൽ. അവിടെ ബുർദ മജ്ലിസിൽ പറയുന്നു, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. യാ അക്റമൽ ഖൽഖ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, വലിയ വലിയ മുസീബത്തുകൾ വരുമ്പോൾ, വലിയ വലിയ വിപത്തുകൾ വരുമ്പോൾ താങ്കളിലേക്കല്ലാതെ വേറെ ആരിലേക്കാണ് നാം അഭയം തേടുക? ഇത് ബുർദയിൽ പറയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്
പ്രയാസം വരുമ്പോൾ അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, പ്രയാസം വരുമ്പോൾ അവൻ ഉത്തരം നൽകുന്നവൻ ആരാ? അല്ലാഹു മാത്രമാണ്. റബ്ബുൽ ഇസ്സത്താണ്. അവനോടാണ് നാം പ്രയാസഘട്ടങ്ങളിൽ തേടേണ്ടത്. എപ്പോഴും അല്ലാഹുവിനോടാണ് തേടേണ്ടത്. പ്രയാസഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് മക്കയിലെ കാഫിരീങ്ങൾ പോലും പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ബുർദയിൽ പറയുന്നത്, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് സഹായ തേട്ടം. നമുക്കറിയാം, സലഫികളിൽപ്പെട്ട ചെറിയ കുട്ടികൾക്കറിയാം, നാം ഒരു പാപം ചെയ്താൽ ആ പാപം അത് മാപ്പാക്കേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, ഇത് നാം ഒരിക്കലും മറ്റുള്ളവരെ വിമർശിക്കാനുള്ള കണ്ണിലല്ല എടുക്കേണ്ടത്. മറിച്ച് മറ്റുള്ള എന്റെ കുടുംബക്കാർ, എന്റെ വീട്ടിലുള്ളവർ, എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇത് പറഞ്ഞു നടന്നാൽ അവർ നരകത്തിലേക്കല്ലേ പോകുന്നത്, അവർ അള്ളാഹുവിനെയല്ലേ ധിക്കരിക്കുന്നത് എന്ന ചിന്തയിൽ അവർക്ക് നസീഹത്ത് കൊടുക്കാൻ നിങ്ങൾ ഇത് പഠിക്കുക. അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ നിങ്ങളെ ആട്ടി അകറ്റിയാലും എത്ര തവണ കുറ്റം പറഞ്ഞാലും അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്റെ സഹോദരങ്ങൾ, ഇത് കാര്യമായി ചെയ്യണം. ആളുകളിലേക്ക് തൗഹീദ് എത്തിക്കണം. ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര തവണ അദ്ദേഹത്തിന്റെ പിതാവിനോട് ദഅവത്ത് നടത്തി. അവസാനം നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000 വർഷത്തോളം, 50 വർഷം ഒഴികെ അദ്ദേഹം ദഅവത്തുകൾ നടത്തി. വിരലിൽ ഉണ്ടാകുന്ന ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ചത്. നമ്മൾ ഇന്ന് ചില ആളുകൾ എന്ന് പറയും, ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, പോരാ സഹോദര, 1000 തവണ പറഞ്ഞാലാണ് അവർ ദഅവത്ത് സ്വീകരിക്കുന്നതെങ്കിൽ 1000 തവണ നീ പറഞ്ഞു കൊടുക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയും, പ്രവാചകനെ കുറ്റം പറയും. ഇത് അബൂ ഹുറൈറക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ എന്നാലും അബൂ ഹുറൈറ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും, ഉമ്മ ദീൻ സ്വീകരിക്കാൻ, ഉമ്മ ദീൻ മനസ്സിലാക്കാൻ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഉമ്മ മുസ്ലിം ആകാൻ താങ്കളൊന്ന് ദുആ ചെയ്യണം. എന്റെ ഉമ്മ മുസ്ലിം ആകാൻ താങ്കളൊന്ന് ദുആ ചെയ്യണം. സ്വാലിഹീങ്ങളെ കണ്ട് നാം എപ്പോഴെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സുജൂദുകളിൽ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, നമ്മുടെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരാൾ കുളിക്കുന്ന ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞു, പുറത്തു നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ എന്റെ ഉമ്മ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമുണ്ടായി. അദ്ദേഹം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. എനിക്കും എന്റെ ഉമ്മാക്കും വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പറഞ്ഞു, അള്ളാഹുവേ, അബൂ ഹുറൈറയെയും അബൂ ഹുറൈറയുടെ ഉമ്മയെയും മുസ്ലിമീങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായി നീ മാറ്റണം. ഇന്ന് അബൂ ഹുറൈറയെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അവർക്ക് നാം ദീന് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. നാം അവരിൽ കാണുന്ന ഈ പിഴവുകൾ വിമർശന ബുദ്ധിയോടെ അല്ലാതെ, ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തർക്കിച്ചുകൊണ്ടാണ് തുടങ്ങുക. അങ്ങനെ ആവരുത് നമ്മുടെ രീതി ഒരിക്കലും. നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ബുർദയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്കത് സ്വീകരിക്കാനുള്ള പാകത്തിൽ പറയുക. നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇന്നും പല സാഹചര്യങ്ങളിലുമായി നടത്തി വരാറുള്ള ഒരു കാര്യമാണ് മങ്കൂസ് മൗലിദ്. അതിൽ ശിർക്കിന്റെ അനേകം വചനങ്ങൾ. ഒരു മുസ്ലിമിന് യഥാർത്ഥത്തിൽ സാധാരണ ഫിത്രത്തിലുള്ള ഒരു മുസ്ലിമിനോട് ചോദിക്കുക, നീ ഒരു തെറ്റ് ചെയ്താൽ ആരോടാണ് പാപമോചനം ചോദിക്കേണ്ടത്? അവരെന്ത് പറയും? അള്ളാഹുവിനോടാണ്. എന്നാൽ മങ്കൂസ് മൗലിദിലുള്ള വചനങ്ങൾ, ഇർതകബതു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി സയ്യിദി ഖൈറൻ നബി, ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തു, എണ്ണവും കണക്കവും ഇല്ലാതെ തെറ്റുകൾ ചെയ്തു. പ്രവാചകരെ, താങ്കളോട് ഇതാ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം ചോദിക്കുന്നു. ഇതിന്റെ മലയാളം അവർ തന്നെ ഇറക്കിയതിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം ചോദിക്കുന്നതായിട്ട്. അതുപോലെ തന്നെ ബുർദയുടെ വരികളിൽ കാണാം, ഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, പ്രവാചകരെ, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ഭൂമിയും ആഖിറവും. താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ്, താങ്കളുടെ അറിവിൽപ്പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ താങ്കളുടെ അറിവിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും ഗൈബ് അറിയായിരുന്നെങ്കിൽ, അദൃശ്യമായ കാര്യങ്ങൾ അറിയായിരുന്നെങ്കിൽ ഞാൻ ധാരാളം നന്മകൾ പ്രവർത്തിക്കുമായിരുന്നു. ആയത്തിന്റെ പശ്ചാത്തലം വ്യത്യസ്തമായി പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ആയത്തിന്റെ അർത്ഥം അതാണ്, എനിക്ക് ഗൈബ് അറിയായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം നന്മകൾ ചെയ്യുമായിരുന്നു. പ്രവാചകന്റെ ഗൈബ് അറിയില്ല സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ നാട്ടിൽ പറയുന്നു, പ്രവാചകന്റെ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുള്ളയെ കുറിച്ച്
ഖാദിരി തരീഖത്ത് എന്ന് പറഞ്ഞൊക്കെ പ്രസിദ്ധമായ തരീഖത്തുണ്ട്. നമ്മുടെ നാട്ടിലെ തബ്ലീഗ് ജമാഅത്തൊക്കെ അംഗീകരിക്കുന്ന തരീഖത്താണ് ഖാദിരി തരീഖത്ത്. ആ തരീഖത്തിന്റെ ചില വാക്കുകളിൽ നിങ്ങൾക്ക് കാണാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുള്ളയെ കുറിച്ച് അഅലമു ഇൽമല്ലാഹി യുഹ്സി ഹുറൂഫഹു ഫഅഅലമു മൗജൽ ബഹ്രി അദ്ദൽ ലിമൗജഹ്. അല്ലാഹുവിന്റെ ഇൽമ് എനിക്കറിയാം. അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് പറയുന്നു, അദ്ദേഹം പറയുന്നതായി അല്ലാഹുവിന്റെ അറിവ് എനിക്കറിയാം. കേവലം അറിവ് മാത്രമല്ല, ഉഹ്സി ഹുറൂഫഹു, അതിലെ ഓരോരോ വാക്കുകൾ എനിക്കറിയാമെന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നു. ഇതിനേക്കാളും വലിയ ശിർക്കിന്റെ വിശ്വാസം വേറെ ഏതാ ഉള്ളത്? ഇത്രയും ശിർക്കിന്റെ വിശ്വാസങ്ങൾ. അതുപോലെ തന്നെ ഖുതുബിയത്തിൽ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽബകത്തുള്ളവർ, നമ്മുടെ മനസ്സിലുള്ളത് അറിയാൻ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുള്ളക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഇത്രയും പിഴച്ച ഷിർക്കിന്റെ വിശ്വാസങ്ങളുള്ള നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗം, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ വിഭാഗം, ഈ രണ്ട് വിഭാഗവും അഖീദയുടെ കാര്യത്തിൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ രണ്ട് വ്യത്യാസം എന്താണ്? ഒന്ന് യഥാർത്ഥ സൂഫികൾ, മറ്റൊന്ന് ബാഹ്യമായി നല്ലത് പ്രകടിപ്പിക്കുമെങ്കിലും യഥാർത്ഥ സൂഫികൾ തന്നെ. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഹഉലാഇ സൂഫിയത്തുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ സൂഫികളാണ് തബ്ലീഗ് ജമാഅത്ത്. ഈ പറയപ്പെട്ട വിശ്വാസങ്ങളൊക്കെ അവരും വിശ്വസിക്കുന്നു. തരീഖത്തിന്റെ വിശ്വാസം, അതുപോലെ തന്നെ ഈ 4 തരീഖുകൾ സുഹ്റുവർദിയ, ഖാദിരിയ, ചിശ്തിയ, നഖ്ശബന്ദിയ, ഈ തരീഖത്തുകൾ ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. സകല ശിർക്കിന്റെയും വിശ്വാസങ്ങൾ അവർക്കിടയിലുമുണ്ട്. അവരുടെ ഉസൂലുകളിൽപ്പെട്ടതാണ് തെറ്റുകൾ എതിർക്കാൻ പാടില്ല എന്നുള്ളത്. പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം സഹോദരങ്ങളെ, ഇത്തരത്തിൽ ധാരാളം പിഴവുകൾ തൗഹീദിന്റെ വിഷയത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് അവരോട് പാപമോചനം ചോദിക്കുന്നു. ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നു. ബലിയർപ്പിക്കുന്നത് ബദരീങ്ങൾക്ക് വേണ്ടി മസരസിലുള്ള ഔലിയാക്കൾ എന്ന് അവർ പറഞ്ഞ് അവർക്ക് വേണ്ടി, ബദരീങ്ങൾ ഔലിയാക്കളാണ്, പക്ഷേ ഔലിയാക്കൾക്ക് വേണ്ടി അവർ ബലിയർപ്പിക്കുന്നു. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകാം, നമ്മുടെ ഭാഗങ്ങളിലൊക്കെ കണ്ണൂരൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു കുട്ടി ചെറുപ്പത്തിൽ എന്തെങ്കിലും മോഷ്ടിക്കുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കക്കുകയോ ചെയ്താൽ അവനോട് പറയും, നീ എടുത്തിട്ടുണ്ടോ? അവനില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ സത്യം ചെയ്യാൻ പറയും. സത്യം ചെയ്തു. എന്നിട്ടും അവൻ എടുത്തിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് തോന്നിയാൽ പറയും, ഇന്ന ജാറത്തിൽ ഒരു കയറുണ്ട്, അത് പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകും. കണ്ണൂരിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ട് നമുക്കറിയുന്ന കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്യുമ്പോൾ അതിൽ കളവ് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ജാറത്തിൽ പോയി ആ കയറ് പിടിച്ചുകൊണ്ട് നീ സത്യം ചെയ്താൽ അവിടുന്ന് നീ പറയുന്നത് കളവാണെങ്കിൽ നീ ഛർദ്ദിക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ പിഴച്ച വിശ്വാസങ്ങൾ, മക്കയിലെ കാഫിര്യങ്ങളെക്കാളും മതപ്പതിച്ച വിശ്വാസങ്ങൾ നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഷിം നഈമി എന്ന് പറയുന്ന ഖുറാഫികളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തിൽ അദ്ദേഹം 37-ാമത്തെ പേജിൽ പറയുന്നു, പ്രാർത്ഥന. എന്റെ സഹോദരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും വിമർശിക്കാനല്ല, നിങ്ങളിത് പഠിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങൾ പേറുന്നെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം ആ കിതാബിൽ, ഹാഷിം നഈമി അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള പുസ്തകത്തിൽ പറയുന്നു 37-ാമത്തെ പേജിൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നികൾ വഹാബികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പച്ചയായി മലയാളത്തിൽ എഴുതി വെച്ച വാക്കാണ്. ദുആ അള്ളാഹുവിനോട് മാത്രം ചെയ്യണമെന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയം. എന്താണ് ആ പ്രമേയം അവർ ഉദ്ദേശിച്ചത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന്. ഇബ്ലീസ് പറഞ്ഞു ഞാൻ മനുഷ്യർക്ക് സുജൂദ് ചെയ്യില്ല എന്ന അർത്ഥത്തിൽ അവർ വരുത്തി തീർത്ത് അവരെന്ത് പറഞ്ഞു? അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്, ഇബ്ലീസാണ് പറഞ്ഞത് അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ. എന്താണ് അതിനുള്ള ഉത്തരം? ആർക്കും ഇഷ്കാലാവരുത്. ഇബ്ലീസ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആദമിന് സുജൂദ് ചെയ്തത് മലക്കുകൾ സുജൂദ് ചെയ്തത് ശരിയാണ്, എന്തുകൊണ്ട്? അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട്. നാം എന്തുകൊണ്ട് സുജൂദ് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുകൊണ്ട്. ഈ ഒരു വാദം വെച്ചുകൊണ്ട് ഹാഷിം നഈമി ഇത്രയും വ്യക്തമായി അവരുടെ പുസ്തകങ്ങളിൽ എഴുതിവിടുന്നു, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന വാദം ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നികൾ വഹാബികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര ഗൗരവമുള്ള വാദമാണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ വിഷയത്തിൽ എത്ര കഠിനമായ പിഴവാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമീപമായി വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു വിഭാഗം, കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, സകല ശിർക്കിന്റെയും, ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും കഠിനമായ പാപമായ ശിർക്കിന്റെ സകല ഇനങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. എത്ര മോശമായി! വാസ്തവത്തിൽ ഈ വിശ്വാസങ്ങളൊക്കെ മറ്റ് സമസ്ത വിഭാഗത്തിനുമുണ്ട്. പക്ഷേ ഇത്രയും പ്രകടമായി ഈ വിഷയങ്ങൾ സംസാരിക്കുന്നവർ, ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ല എന്ന് പറയുന്നവർ, ലോകം നിയന്ത്രിക്കുന്നത് അവരുടെ വാക്കിൽ അവർ പറയുന്നു അല്ലാഹു ഉണ്ട്, പക്ഷേ നിയന്ത്രിക്കുന്നത് മടവൂരാണ്, CM മടവൂരാണ്. 1991 കോഴിക്കോടിൽ മരണപ്പെട്ടവൻ.
അവനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് അവർ പറയുന്നു. എത്ര കുഫറിന്റെ വാദമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു മക്കയിലെ കാഫിരീങ്ങളോട് വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്നു മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂറാണ്. അതിനവർ നൽകുന്ന വിശദീകരണം എത്ര അപകടം പിടിച്ച വാദങ്ങളാണ് സഹോദരങ്ങളെ. അവരിൽ ഒരുവൻ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഒരാൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്താൽ ആ മൊബൈൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നവൻ അവനാണ്. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല CM മടവൂരിന് ലോകം കൊടുത്തത്. അതുപോലെയാണ് അല്ലാഹു കൊടുത്തത്. അവൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ മൊബൈൽ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ അതിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം മൊബൈൽ അവന്റെ കയ്യിലാണുള്ളത്. ഇതുപോലെയാണ് CM മടവൂരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇത്രയും ശിർക്കിന്റെ വിശ്വാസം ഇതിവർ പച്ചയായി പറയുന്നുവെങ്കിൽ കുറച്ചു മുമ്പ് കാന്തപുരം വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിആത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു പറഞ്ഞതും ഇതേ കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു എന്ത് പറഞ്ഞു? ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നടത്തുന്നവർ, കാര്യകർത്താക്കൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചത്. കാന്തപുരം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഒരു സദസ്സിൽ വെച്ച് വിശദീകരിച്ചു പറയുന്നു, അല്ലാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ എന്തിനാണ് കാര്യകർത്താക്കൾ ബഹുവചനം ഉപയോഗിച്ചത്? ഇത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹു ഇബ്നു അബ്ബാസിന് ഖുർആനിൽ അറിവ് നൽകണം. ആ ഇബ്നു അബ്ബാസ് നമുക്ക് വിശദീകരിച്ചു തരുന്നു, ഹുമുൽ മലായിക വുക്കിലു ബി ഉമൂർ. ആ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ്. അതിന്റെ തെളിവെന്താണ്? അതിനു മുമ്പുള്ള ആയത്തുകൾ, ആ ആയത്തുകളിൽ റൂഹിനെ എടുക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ആയത്തിൽ പറയുന്നത് ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നടപ്പിലാക്കുന്ന മലക്കുകൾ. ആ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതാണ് അലി ഇബ്നു അബി താലിബിന്റെ വിശദീകരണം, മുജാഹിദ് ഇബ്നു ജബറിന്റെ വിശദീകരണം, അതാ ഇബ്നു അബി റബാഹിന്റെ, ഹസൻ അൽ ബസരി, ഖതാദ ഇബ്നു ദിആമത്ത് അസ്സദൂസി റഹിമഹുമുല്ലാഹ്, എങ്ങനെ താബിഈങ്ങളും സഹാബത്തും പറഞ്ഞു. അതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ്. താബിഈങ്ങളെയും സഹാബത്തിനെയും ഒരു വകയും വെക്കാതെ ഇത്തരക്കാർക്ക് എന്ത് സഹാബത്തും താബിഈങ്ങളും അവർ പറഞ്ഞു, അവർ വിശദീകരിച്ചു. അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഇത്രയും ശിർക്കിന്റെ വാദങ്ങൾ അവർ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നത് ആരുടെ പ്രത്യേകതയാണ്? അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. സമീപകാലം നമ്മുടെ നാട്ടിൽ EK സംസ്ഥയുടെ നേതാവ് പരസ്യമായ ഒരു സ്റ്റേജിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ പാട്ട് പാടുമ്പോൾ എന്ത് പറഞ്ഞു? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. ഈ രൂപത്തിലാണ് അയാൾ പറഞ്ഞത്. എന്നാൽ വാസ്തവത്തിൽ ഹദീസ് എന്താണ്? റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവിടെ ചെറിയ പെൺകുട്ടികൾ ഇരുന്നു കൊണ്ട് പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സമീപം EK സംസ്ഥയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാളെ അറിയുന്നവൻ എന്ന് അവർ വിശേഷിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു എന്ന മട്ടിൽ. വാസ്തവത്തിൽ അതിന്റെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റുബയ്യ ബിൻത് മുഅവ്വിദ് ബിൻ അഫ്റാ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അങ്ങനെ അവിടെ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മുൻഗാമികളായ അവരുടെ പൂർവ്വപിതാക്കന്മാർ മരണപ്പെട്ടവർ, അവരെക്കുറിച്ച് അവർ ചെയ്യാറുള്ള നന്മകളെ കുറിച്ചൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവരിൽപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത് പറഞ്ഞയുടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലീന ഹാദാ, ഇത് നീ പറയരുത്. വഖൂലി മാ കുൻതി തഖൂലീൻ, നേരത്തെ നീ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു. ഒരൊറ്റ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് തിരിച്ചു പറഞ്ഞു എന്ന ഭാഗം ആ ഹദീസിൽ തന്നെ ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭാഗം മറച്ചുവെച്ച് ജനങ്ങളെ ഷിർക്കിലേക്ക് നയിക്കാൻ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്കിന്റെ വിഷയത്തിൽ നാം ഗൗരവത്തോടുകൂടി കാണുക. പറയാനാണെങ്കിൽ ധാരാളമുണ്ട്, പക്ഷേ സമയം നമുക്ക് കുറവാണ്. അള്ളാഹു പറഞ്ഞൊരു ആയത്ത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, നിശ്ചയമായും ഏതൊരുവൻ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്.
അവന്റെ വാസസ്ഥലം നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, എന്റെ സഹോദരങ്ങൾ, പല ഭാഗങ്ങളിലുള്ളവരുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? ജനങ്ങളിലേക്ക് തൗഹീദ് എത്തിക്കുക, ജനങ്ങളിലേക്ക് തൗഹീദ് എത്തിക്കുക. അതിനിടയിൽ നിങ്ങളുടെ ഇടയ്ക്കേക്ക് ഫിഖ്ഹിയായ മസായിലുകൾ പറഞ്ഞു, മൻഹജിയല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞു, ഫോട്ടോഗ്രാഫിയും മറ്റുമൊക്കെ ഉള്ളിൽ കയറി പറഞ്ഞ് നിങ്ങളുടെ ദഅവത്തിനെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അവരെ നിങ്ങൾ ഒഴിവാക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും ഫോട്ടോഗ്രാഫിയുടെ മുകളിലാണ് ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനമെന്ന്. ആ രൂപത്തിൽ അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുക, തൗഹീദ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ അത്രയും അധികം ശിർക്കിന്റെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൗഹീദ് നിങ്ങൾ ജനങ്ങളിലേക്ക് കഴിവിന്റെ പരമാവധി എത്തിക്കുക. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഈ തൗഹീദ് സഹോദരങ്ങളെ, യഥാർത്ഥ തൗഹീദ്, ശിർക്കിന്റെ കലർപ്പില്ലാത്ത തൗഹീദ് ഇവിടെ പറയുന്നത് നമ്മൾ സലഫികളല്ലാതെ വേറെ ആരാണുള്ളത്? തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് പറയുന്നുണ്ടോ? സമസ്തക്കാർ തൗഹീദ് പറയുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി തൗഹീദ് പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിശ്രമങ്ങൾ ഓരോരോ സഹോദരങ്ങളും നടത്തുക. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തൗഹീദ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അതിനെ തൗഹീദ് എന്ന പേര് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകും. സലഫിയത്ത് എന്ന പേര് കേൾക്കുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാരണത്താൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ സലഫിയത്ത് എന്ന് പറയണ്ട, തൗഹീദ് എന്ന് പറയണ്ട, മറിച്ച് ഈ ആശയം അവരിലേക്ക് എത്തിക്കുക. അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന സത്യസന്ധമായ നിയത്തോടുകൂടി അവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതാണ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി ഏതെങ്കിലും പ്രദേശത്ത് കൂട്ടമായ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയാൽ അവിടെ പൊതുപ്രഭാഷണങ്ങൾ, ദീന് പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, നിങ്ങൾക്കാവുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. ഇനി ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എങ്കിൽ അവന്റെ മൊബൈലിൽ അവനറിയുന്ന തൗഹീദിനെ കുറിച്ചുള്ള ആയത്തുകൾ, ഹദീസുകൾ അത് എഴുതിക്കൊണ്ട് പ്രചരിപ്പിക്കുക. വല്ലാഹി, ഇന്ന് നാം വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ കേരളത്തിൽ മുമ്പുണ്ടായതിനേക്കാളും എത്രയോ വലിയ ഇസ്സത്ത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ഷെയ്ഖ് ആർ.കെ. നൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, ചെന്നൈയിൽ മരണപ്പെട്ടുപോയ പണ്ഡിതൻ, അദ്ദേഹം പറയാറുണ്ട്, സഹാബത്തിന്റെ കാലത്തെങ്ങാനും സോഷ്യൽ മീഡിയകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അതുകൊണ്ട് ലോകം ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുമായിരുന്നു. അത്രയും മാത്രം നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നാം ഫേസ്ബുക്ക് തുറന്നു പ്രവാചകനെ കുറ്റം പറയുന്ന ഒരു എഴുത്ത് നമ്മൾ കണ്ടാൽ നമ്മൾ മിണ്ടാതിരിക്കും, നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയില്ല. അങ്ങനെ ആവരുത്, മറിച്ച് ഇൽമിയായ മറുപടികൾ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിൽ നടക്കുന്ന മറ്റൊരു പിഴവാണ് തവസ്സുൽ എന്ന പേരിൽ തൗഹീദിനെ, ശിർക്കിനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. തവസ്സുൽ എന്ന പേരിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യും. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മങ്കൂസ് മൗലിദിന്റെ വചനങ്ങൾ, അത് നിങ്ങൾ അവരോട് ചോദിക്കുക, ഇത് പ്രവാചകനോടുള്ള ദുആ അല്ലേ? അവർ പറയും അല്ല, തവസ്സുൽ ചെയ്യുന്നതാണ്. അങ്ങനെ തവസ്സുൽ എന്ന പേരിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ജനങ്ങൾക്കിടയിൽ ഭംഗിയാക്കി കാണിക്കും. എന്നിട്ട് എന്ത് പറയും? അവരുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നതാണ്. നമുക്ക് നേരിട്ട് ചോദിക്കാനുള്ള കഴിവില്ല, നമ്മൾ പാപികളാണ്. അവരൊക്കെ വളരെ അള്ളാഹുവുമായി അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു. തവസ്സുലിന് അവർ ധാരാളം തെളിവുകൾ കൊണ്ടുവരും. ഒന്നുകിൽ ഉസൈബിയുടെ ഒരു സനദുമില്ലാത്ത സംഭവം കൊണ്ടുവരും, അതല്ല എങ്കിൽ ഏതെങ്കിലും ദുർബലമായ സംഭവം കൊണ്ടുവരും, അതല്ല എങ്കിൽ സഹീഹായ ഹദീസുകൾ ഏതെങ്കിലും ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവരും. അവരിന്ന് കൊണ്ടുവരുന്ന ഏതൊക്കെ തെളിവുകളുണ്ടോ അതിനൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ മറുപടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ ആളുകൾക്ക്, പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും, അവർക്ക് തലപൊന്തിക്കാൻ പേടിയാണ്. സമീപകാലം സുഡാനിലാണെന്ന് എന്റെ ഓർമ്മ, അവിടെയുള്ള ബിദ്അത്തിന്റെ ഒരു വ്യക്തി ട്വിറ്ററിൽ എഴുതി, നാം എന്തൊരു കാര്യം കൊണ്ടുവന്നാലും അതിനെതിരിൽ സലഫികൾ പിറ്റേന്ന് മറുപടി പറയും. അതിന്റെ താഴെ ബഹുമാനായ അധ്യാപകൻ ഷെയ്ഖ് അഹ്മദ് അൽ അതീഖ് ഹഫിളഹുല്ലാഹ് അതിന്റെ താഴെ എഴുതി, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, ഇനിയും നിങ്ങൾ എന്ത് കൊണ്ടുവന്നുവോ അതിന് മറുപടി ഞങ്ങൾ നൽകിയിരിക്കുക തന്നെ ചെയ്യും, ഏത് വിഷയത്തിലും. കാരണം ഷെയ്ഖ് അഹ്മദ് എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നുസിർതു ബിർറുഅബ്, കാഫിരീങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ച് അള്ളാഹു ഭയമിട്ട് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ അഹ്ലുസുന്നയോട്, അഹ്ലുൽ ബിദ്അക്ക് ഏത് കാലഘട്ടത്തിലും ഭയമുണ്ട്. അതുകൊണ്ട് ഏത് വാദങ്ങൾ ആര് കൊണ്ടുവന്നാലും അതിനെതിരിൽ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ മറുപടി നാം പറയുക. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, തവസ്സുൽ സഹോദരങ്ങളെ, ശർഅ് അംഗീകരിച്ച തവസ്സുലുണ്ട്, അംഗീകരിക്കാത്ത തവസ്സുലുണ്ട്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മാർഗം സ്വീകരിക്കുക. ഞാൻ പൊതുവെ മലയാളത്തിലൊക്കെ പറയുമ്പോൾ മുൻനിർത്തി ദുആ ചെയ്യുക എന്നൊക്കെ പറയും. ഇത് ശർഅ് അംഗീകരിച്ച തവസ്സുൽ മൂന്നിനമാണ്. ഇത് നമ്മൾ ചെയ്യണം. ഇത് ചെയ്യാൻ ശർഅ് പ്രോത്സാഹിപ്പിച്ചതാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വബ്തഗൂ ഇലൈഹിൽ വസീല, അവനിലേക്ക് നിങ്ങൾ വസീല സ്വീകരിക്കുക.
അവനിലേക്ക് നിങ്ങളൊരു മാർഗം സ്വീകരിക്കുക. ഏതാണ് ഈ 3 മാർഗങ്ങൾ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിന്റെ അസ്മാഉകൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക. റഹ്മാനായ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അസീസായ അല്ലെങ്കിൽ മുഹ്സിനായ റബ്ബേ എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ പേരുകൾ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹു നമ്മോട് നിർദ്ദേശിച്ചതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അപ്പോൾ തവസ്സുൽ ഇസ്ലാം അംഗീകരിച്ച ഒന്നാമത്തെ തവസ്സുൽ എന്താണ്? അല്ലാഹുവിന്റെ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക്, അല്ലാഹുവേ നിന്റെ തൃപ്തി മുൻനിർത്തിക്കൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ കിതാബുൽ ഇസ്തിഗാസയിൽ പറഞ്ഞത് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യാം എന്ന വിഷയത്തിൽ തർക്കമില്ല. എന്നാൽ അല്ലാഹുവിന്റെ സിഫത്തിനോട് ദുആ ചെയ്യുന്നതിന് വിധി എന്താ? ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ യാ റഹ്മത്തല്ലാ, യാ റഹ്മാൻ എന്ന് ദുആ ചെയ്യാം, യാ റഹീം എന്ന് ദുആ ചെയ്യാം, അല്ലാഹുവിന്റെ അസ്മാഉകൾ വിളിച്ചു. ഇനി അല്ലാഹുവിന്റെ റഹ്മത്തിനെ വിളിച്ച് യാ റഹ്മത്തല്ലാ അല്ലെങ്കിൽ യാ ഇസ്സത്തല്ലാ എന്നിങ്ങനെ ഒരു വ്യക്തി വിളിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ്. അത് അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായചേട്ടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അത് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതാണ് തവസ്സുലിന്റെ ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ തവസ്സുൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഖുർആൻ ഓതിയതിനു ശേഷം അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ ഞാൻ ഈ ഓതിയ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. നാം നോമ്പ് അനുഷ്ഠിച്ചു, അല്ലാഹുവിനോട് നമ്മൾ പറയുന്നു, റബ്ബേ ഈ നോമ്പ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ, അല്ലാഹുവേ നിശ്ചയമായും ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം. അപ്പോൾ നമ്മുടെ ഈമാൻ അവിടെ തവസ്സുലാക്കി. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമറിൽ നിന്ന് സഹീഹ് മുസ്ലിം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നിങ്ങൾക്കൊക്കെ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവം, 3 ആളുകൾ യാത്രാ മധ്യേ ഗുഹയിൽ അകപ്പെടുകയും അവർ 3 പേരും അവരുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് ചോദിച്ചു. വിശാലമായ സംഭവമാണ്. അതിൽ തെളിവ് ആദ്യത്തെ വ്യക്തി പറഞ്ഞു, അള്ളാഹു എനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഞാൻ എത്ര വൈകിയാലും അവർക്ക് ഭക്ഷണം നൽകുന്നത് വരെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാറില്ല, അത്രയും അധികം ഞാൻ അവരെ സ്നേഹിച്ചു. ഈ ചെയ്തത് നിന്റെ അരികിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ചാണ് എങ്കിൽ ഈ ഗുഹാമുഖത്ത് അടഞ്ഞിരിക്കുന്ന പാറ നീ നീക്കി തരണമെന്ന് ദുആ ചെയ്തു. പാറ കുറച്ച് നീങ്ങി. രണ്ടാമത്തെ വ്യക്തിയും മൂന്നാമത്തെ വ്യക്തിയും അവരുടെ അമലുകൾ ചെയ്ത് പറഞ്ഞു ദുആ ചെയ്തപ്പോൾ പാറ നീങ്ങിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ തവസ്സുൽ എന്താ? സൽക്കർമ്മങ്ങൾ മുൻനിർത്തി ദുആ ചെയ്യാം. അത് ദുആ സ്വീകരിക്കപ്പെടാനുള്ളൊരു സബബാണ്. അപ്പൊ നിങ്ങളിവിടെ ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ ഈ ളുഹർ നിസ്കാരം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങൾ ഇരുന്നു, ഒരു സൽക്കർമ്മം നിങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ ചെയ്താൽ അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം. അതും ശർഅ് അംഗീകരിച്ച തവസ്സുലാണ്. മൂന്നാമത്തെ തവസ്സുൽ എന്താണ് ശർഅ് അംഗീകരിച്ചത്? മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത്. നമുക്ക് സാലിഹീങ്ങളായി ഒരു വ്യക്തിയെ തോന്നുന്നുവെങ്കിൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ മസ്ജിദിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹലകത്തിൽ മവാഷി, പ്രവാചകരെ മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി, വരൾച്ചയാണ്, താങ്കൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ വർഷിച്ചു. അവിടെ ദുആ ചെയ്യാൻ സാലിഹായ വ്യക്തിയോട് ആവശ്യപ്പെടുകയാണ്. അത് നമുക്ക് പിന്നെ ചെയ്യാം. അഹ്ലുസുന്നയുടെ ഒരു ആലിം വന്നാൽ അല്ലെങ്കിൽ അത്തരത്തിൽ നാം സ്വലാഹ് പ്രതീക്ഷിക്കുന്ന അങ്ങനെ ധാരാളം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കും അറിയുന്നുണ്ടാകാം. നമ്മുടെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് നല്ല ധാരാളം ഇബാദത്തുകളിൽ ശ്രദ്ധ കാണിക്കുന്ന ആളുകളുണ്ട്. ദിവസം ധാരാളം ഖുർആൻ ഓതുകയും ഇബാദത്തുകളിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ സലഫികളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അൽഹംദുലില്ലാഹ്, അത്തരത്തിലുള്ള ആളുകൾ, നാം സ്വലാഹ് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ അരികിൽ ഉവൈസ് അൽ ഖർനി വരികയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയണം. ഉവൈസ് അൽ ഖർനി അങ്ങനെ മദീനയിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറഞ്ഞതായും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശർഅ് അംഗീകരിച്ചതാണ്. ഈ 3 തവസ്സുലാണ് ശർഅ് നമുക്ക് അംഗീകരിച്ചത്. അതല്ലാതെ ആരുടെയെങ്കിലും ഹഖ് ജാഹ് ബറക്കത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ,
ഏതെങ്കിലും വലിയിന്റെ ഏതെങ്കിലും സാലിഹിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് വെച്ച് ദുആ ചെയ്യാൻ ശർഅ് നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 തവസ്സുൽ നിങ്ങൾ പഠിക്കുക. ഇത് പഠിച്ചാലുള്ള മെച്ചം എന്താ? ഇതല്ലാത്ത തവസ്സുലായി ഏതെങ്കിലും ഒരു വ്യക്തി വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു തവസ്സുൽ ശർഅ് പഠിപ്പിച്ചിട്ടില്ല. ഈ 3 തവസ്സുലാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പൊതുവെ പറയാറുള്ളത്. അതാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, നമ്മുടെ നാട്ടിൽ തൗഹീദിന്റെ വിഷയത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പിഴവാണ്, ഞാൻ നേരത്തെ അതിൽ ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിയുക എന്നുള്ളത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ സമസ്തയുടെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹുവിനെ എടുത്തുമാറ്റി അള്ളാഹുവിന്റെ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചു, പ്രവാചകന്റെ സ്ഥാനത്ത് കുറെ ഔലിയാക്കളെ കൊണ്ടുവച്ചു. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താ? അള്ളാഹുവിനെയും മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി അവിടെ കുറെ ഔലിയാക്കളെ കൊണ്ടുവച്ചു. ഈ ഒരു അവസ്ഥയിലാണ് നിലവിൽ സമസ്തയുടെ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിയുന്ന പ്രവർത്തനം അത് തൗഹീദിൽ വിള്ളലുണ്ടാക്കും. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞതായി കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതുപോലെ, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് നിങ്ങൾ പറയുക. അതല്ലാതെ അതിര് കവിഞ്ഞുകൊണ്ടുള്ള സംസാരം എന്റെ വിഷയത്തിൽ സംസാരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകനോട് ദുആ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ ഹഖ് ജാഹ് ബറക്കത്ത് വെച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ശർഅ് വിലക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എതിർക്കാറുണ്ട്. അദ്ദേഹം പറയും, അങ്ങനെ ഒരു ദുആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ദുആ ചെയ്യണമെങ്കിൽ മസ്ജിദിലിരുന്ന് സ്വസ്ഥമായി ദുആ ചെയ്യുക. ഖബറിനരികിൽ വന്ന് ദുആ ചെയ്യുക എന്ന രീതിയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ട്, പ്രവാചകരെ താങ്കളുടെ ശഫാഅത്ത് എനിക്ക് നൽകണം, താങ്കളുടെ ശഫാഅത്ത് എനിക്ക് നൽകണം. അത് ഹറാമാണ്, അത് ശിർക്കാണ്. ശഫാഅത്ത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവാണ് ശഫാഅത്ത് നൽകുന്നവൻ, അല്ലാഹുവാണ് ശഫാഅത്ത് നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ ചില ആളുകൾ വരും, അവർക്ക് പ്രവാചകൻ അരികിലേക്ക് വരുമ്പോൾ അവർ ആട്ടിയകറ്റപ്പെടും. സുഹ്ഖൻ സുഹ്ഖ, അവർ ആട്ടിയകറ്റപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെന്റെ ഖൗമാണ്. പ്രവാചകൻ അവരെ ആദ്യം മനസ്സിലായില്ല. ഈ സമയം അവിടുന്ന് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, താങ്കളുടെ വഫാത്തിന് ശേഷം അവരുണ്ടാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് താങ്കൾക്കറിയില്ല. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ദീനിൽ മാറ്റമുണ്ടാക്കിയ ആളുകൾ അവർ വിദൂരത്താകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശഫാഅത്ത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിയുന്നത് എപ്പോഴും നാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, തൗഹീദിന്റെ വിഷയത്തിൽ ഇന്ന് നമുക്കിടയിൽ സലഫികൾക്കിടയിൽ അടക്കം വ്യാപകമായി പ്രശ്നം വരുന്ന, അല്ലെങ്കിൽ അവരുടെ തൗഹീദിൽ പിഴവ് വരുന്ന ഒരു മേഖലയാണ് വലാ ബറാ. വലാ ബറാ എന്ന് പറയുന്നത് നമ്മുടെ ദീനിന്റെ ഒരു അടിസ്ഥാനമാണ്. അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, നിങ്ങൾക്ക് ആളുകളുടെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും അളവ് മനസ്സിലാകണമെങ്കിൽ അവർ വലാ ബറാ അഖീദയോട് എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. ആളുകൾ എത്രത്തോളം ദീനിനോട് അടുപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവർ മസാജിദുകളിൽ പോകുന്നതല്ല, മറിച്ച് ജനങ്ങളോട് പെരുമാറുന്നതിൽ എങ്ങനെയാണ് അവർ നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക എന്ന് അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് പറയാറുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, എന്താണ് വലാ ബറാ കൊണ്ടുള്ള ഉദ്ദേശം? വലാ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയിൽപ്പെട്ട നല്ല ആളുകളെ നാം സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. ബറാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകളെ വെറുക്കുക. എങ്ങനെയുള്ള ആളുകളെയാണ് വെറുക്കേണ്ടത്? ഷിർക്കിന്റെ ആളുകൾ, അതുപോലെ തന്നെ ബിദ്അത്തിന്റെ ആളുകൾ. അത്തരക്കാരുമായി നാം ബന്ധം വിച്ഛേദിക്കുകയും തൗഹീദുള്ള സുന്നത്തിന്റെ ആളുകളുമായി നാം ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം മുസ്ലിമീങ്ങളെ, അഹ്ലുസുന്നയിൽപ്പെട്ടവരെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ്, അവർ നമ്മെ ദ്രോഹിച്ചാലും. അതുപോലെ തന്നെ ഇസ്ലാമിനെതിരായി നിൽക്കുന്ന ആളുകളെ വെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനം. ഇവിടെ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ അഖീദയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും അവരോട് ദുൽമ ചെയ്യാമെന്നതിനർത്ഥമില്ല. കാഫിരീങ്ങളാണെങ്കിൽ പോലും അവരോട് നാം ദുൽമ ചെയ്യാൻ പാടില്ല. കാഫിരീങ്ങളാണെങ്കിൽ പോലും അവരെ നാം വഞ്ചിക്കാൻ പാടില്ല.
മറിച്ച് നാം ഈ നാട്ടിൽ അത് എവിടെയും ശർഇന്റെ ഇസ്ലാമിക ഭരണകൂടങ്ങളിലാണെങ്കിൽ പോലും കാഫിരീങ്ങളോട് മോശമായി പെരുമാറുക എന്നുള്ളത്, അഥവാ അവരെ അന്യായമായി ആക്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം അപഹരിച്ചെടുക്കുക, ഇതൊന്നും ശർഅ് അനുവദിക്കാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള കാര്യങ്ങൾ ശക്തമായി വിലക്കിയതായി നമുക്ക് കാണാം, ഇസ്ലാമിക ഭരണകൂടങ്ങളിലാണെങ്കിൽ പോലും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലാ ബറാഇനെ തെറ്റായി മനസ്സിലാക്കി. വലാ ബറാ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദിന്റെ ആളുകളെ നാം സ്നേഹിക്കുക, തൗഹീദിനെതിരായ ആളുകളെ നാം വെറുക്കുക. ഇതാണ് അതിന്റെ അടിസ്ഥാനം. തൗഹീദിനെതിരായ പ്രവർത്തനങ്ങളെ നാം പുകഴ്ത്താതിരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും നല്ല നീതി അള്ളാഹുവിന്റെ നീതിയാണ്, ഏറ്റവും നല്ല വിധി അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ്. അള്ളാഹു വിധിച്ചതാണ് ഏറ്റവും നല്ല വിധി. ഒരു വ്യക്തി പറയാണ് അല്ല ഡെമോക്രസിയാണ് ഏറ്റവും നല്ലത്, പറയരുത്. അതിന്റെ ഉദ്ദേശം ഡെമോക്രസിക്കെതിരെ നമ്മൾ സംസാരിക്കണം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നല്ല. മറിച്ച് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ആ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ എതിർത്ത് വേണം നാം സംസാരിക്കാൻ. പക്ഷേ നമ്മുടെ വിശ്വാസമാണ്, അഖീദയായി പറയണം. അതല്ലാതെ അതിര് കവിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു കാഫിറിനോട് ദുൽമ ചെയ്യാൻ പാടില്ല. മറിച്ച് കാഫിറുമായി കച്ചവടം നടത്തൽ നമുക്ക് അനുവദനീയമാണ്, അവരോട് സംസാരിക്കൽ നമുക്ക് അനുവദനീയമാണ്. പ്രത്യേകിച്ച് നമ്മോട് ഇങ്ങോട്ട് ദുൽമ ചെയ്യാത്തവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങളോട് അന്യായം പ്രവർത്തിക്കാത്തവർ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവർ, നിങ്ങളോട് ശത്രുത കാണിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളോട് അൻതബറൂഹും അവരോട് നന്മ കാണിക്കുന്നത് ഒരിക്കലും ശർഅ് നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതല്ല. വതുഖ്സിതു ഇലൈഹിം അവരോട് നന്മ ചെയ്യുന്നത് ശർഅ് നിങ്ങളോട് വിലക്കിയിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശർഇന്റെ ഹദ്ദിൽ നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളെ അവർ മുസ്ലിം ആയതിന്റെ പേരിൽ നാം സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. നാം ഇന്ന് പല ആളുകളും വലാ ബറാഇന്റെ അഖീദ എല്ലാവരും വിശ്വസിക്കുന്നതാണ്. വലാ ബറാഇന്റെ അഖീദ എല്ലാവർക്കുമുണ്ട്. കാഫിരീങ്ങളും ഇന്ന് വലാ ബറാ വിശ്വസിക്കുന്നു. അവർ അവരുടെ മതത്തിലുള്ളവരെ പ്രത്യേകം ഇഷ്ടമായി കാണുന്നുണ്ട്. അതുപോലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനദണ്ഡം എന്താ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുക. അവർ നമ്മെ ദ്രോഹിച്ചാലും അവർ നമ്മെ പ്രയാസപ്പെടുത്തിയാലും അവർ സലഫികളാണെങ്കിൽ, ഖുർആനും സുന്നത്തും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരെ നാം സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യുന്നവരെ അതിനനുസരിച്ച് അവരോടുള്ള ഇഷ്ടം കുറയണം. ബിദ്അത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവരെ തൊട്ട് നാം മാറി നിൽക്കണം. ബിദ്അത്ത് ചെയ്യുന്നവരെ ഒഴിവാക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്, നമ്മുടെ ബറാഇൽപ്പെട്ടതാണ്. നമ്മുടെ ചില സഹോദരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില പിഴവുള്ള സംഘടനകൾ, ആ സംഘടനകളുമായി സഹകരിക്കുന്ന ആളുകൾ, അവരുടെ തെറ്റുകളെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ വെച്ച് അവരോടൊക്കെ നല്ല രൂപത്തിൽ സഹവസിക്കുമ്പോൾ അതൊരിക്കലും നമ്മുടെ അഖീദത്തുൽ വലാ വൽ ബറാഇന് ചേർന്നതല്ല. മറിച്ച് തെറ്റുകളുള്ള ആളുകളാണെങ്കിൽ അവരെ നാം ഒഴിവാക്കുക. ഇനി നാം അവരെ ഒഴിവാക്കാതെ അവരെ കൂടെ നിർത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ദഅവത്ത് നടത്തുക. ദഅവത്തിന്റെ സാഹചര്യം വേറെയാണ്, പൊതുവെയുള്ള അവരോടുള്ള ഇടപാടുകൾ വേറെയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, വലാ ബറാഇന്റെ വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കണം. വലാ ബറാഇന്റെ വിഷയം നാം ശ്രദ്ധ കാണിക്കുക, അതിന് ശർഇന്റെ മാനദണ്ഡം വെച്ച് നാം പഠിക്കുക. ഒരിക്കലും വലാ ബറാ എവിടെയും കുഴപ്പമുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന അഖീദയല്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. വലാ ബറാ എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഷെയ്ഖ് സഅദ് ബിൻ അസീഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ തൗഹീദിന് ശേഷം ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? വലാ ബറാഇന്റെ അഖീദയാണ്. അതുകൊണ്ട് ആ അഖീദയെ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. അത് തെറ്റായി മനസ്സിലാക്കി നാടുകളിലും മറ്റും കുഴപ്പമുണ്ടാക്കുന്നവരെ അവരെ കുറിച്ച് നിങ്ങൾ താക്കീത് നൽകുക. അതൊരിക്കലും ശർഅ് നമുക്ക് അനുവദിച്ചതല്ല. വലാ ബറാഇന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. മറിച്ച് അത് നല്ല രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുക. മുസ്ലിമീങ്ങളെ സ്നേഹിക്കുക, ഇസ്ലാമിനെതിരുള്ള ആളുകളെ നാം വെറുക്കുക. അതാണ് അടിസ്ഥാനം. പക്ഷേ കച്ചവടമിടപാട് നടത്താം, അവരോട് സംസാരിക്കാം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശർഅ് നമുക്ക് അനുവദിച്ചു എന്ന് മാത്രമല്ല, അവരോട് അന്യായം ചെയ്യാൻ പാടില്ല, അവരുടെ സമ്പാദ്യം അപഹരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർ കാഫിരീങ്ങളാണെങ്കിൽ പോലും, ഇസ്ലാമിക ഭരണകൂടങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ കാഫിരീങ്ങളാണെങ്കിൽ പോലും അവരെ ഒരു കാരണവശാലും വധിച്ചു കളയാനോ അത്തരത്തിൽ ദ്രോഹിക്കാനോ പാടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കാരണവശാലും ജീവിക്കുന്ന ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം തൗഹീദ് പറയുമ്പോൾ ആരെങ്കിലും എതിർക്കുന്നതിനെ പറ്റിയല്ല. അതല്ലാതെ മുആമലത്തുമായി ബന്ധപ്പെട്ട് ആളുകളോട് ഇടപഴകുമ്പോഴുള്ള സംസാരം, അത്തരത്തിലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നടപ്പിലാക്കാൻ ഒരിക്കലും ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ ശരീഅത്ത് നമ്മോട് പറയുന്നില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, തൗഹീദിൽ ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പിഴവുകളിൽ പെട്ടതാണ് തവക്കുലിൽ കുറവ് വരിക എന്നുള്ളത്. നമുക്ക് ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന ബോധം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, നമുക്ക് സഹായമായി ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലയും. നമുക്ക് സമ്പാദ്യത്തിൽ പ്രശ്നങ്ങളുണ്ടോ? റബ്ബുണ്ട്. നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തില്ലേ? അള്ളാഹു ഉണ്ട്. ഏത് പ്രശ്നത്തിലും പക്ഷെ നമ്മുടെ മനസ്സ് അങ്ങനെ നാം തയ്യാറാക്കണം. എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവിലേക്ക് മടങ്ങുക. ഏത് മുസീബത്ത് വന്നാലും തൗഹീദ് കൊണ്ട് അതിനെ പരിഹരിക്കാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസം വരുമ്പോൾ നാം പറയാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്ന് പറയുന്ന പ്രാർത്ഥന, അത് തന്നെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറിൽ കുടുങ്ങിയപ്പോൾ പറഞ്ഞ പ്രാർത്ഥന എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ രൂപത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് നാം ബലമേൽപ്പിക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, അത്തവക്കുൽ ഹുവ സിഖതു ബില്ലാഹ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഇങ്ങനെ ഏത് ഘട്ടം വന്നാലും എന്റെ റബ്ബ് എന്നെ സഹായിക്കും, എന്റെ റബ്ബ് ഒരിക്കലും എന്നെ പാഴാക്കുകയില്ല എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. റബ്ബിനെ നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെയാണ് ഞാൻ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട വളരെ പ്രസിദ്ധനായ വ്യക്തി, അദ്ദേഹം പറയാറുണ്ട്, എന്റെ വിചാരണ എന്റെ റബ്ബ് നടത്തണോ അതല്ല എന്റെ മാതാപിതാക്കൾ നടത്തണോ എന്നൊരു അവസരം, രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നടത്തിയാൽ മതി എന്ന് ഞാൻ പറയുമായിരുന്നു. കാരണം എന്റെ റബ്ബിന്റെ അത്ര റഹ്മത്ത് ഒരാളും എന്നോട് കാണിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും റഹ്മത്തുള്ള നമ്മുടെ റബ്ബിനെ ഏത് സമയവും നാം പ്രതീക്ഷിക്കുക, അവനിൽ നാം ബരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നത് പകരം മറ്റുള്ളതിലേക്ക് ബരമേൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ തൗഹീദിനെ ബാധിക്കുന്ന വിള്ളലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം, നമ്മൾ വേറെ ആരിലാണ് ബരമേൽപ്പിക്കാറ്? ഒരു പക്ഷേ വ്യക്തമായി ആരും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്കൊരു രോഗം വന്നു, ഡോക്ടറെ കാണിക്കുന്നു, എത്ര ആളുകളുടെ മനസ്സിലുണ്ടാകാറുണ്ട്, എന്റെ റബ്ബ് എനിക്ക് മാറ്റിത്തരും, എന്റെ റബ്ബ് എനിക്ക് ശിഫ നൽകും, അവരാണ് ശിഫ നൽകേണ്ടവൻ. ഈ രൂപത്തിൽ റബ്ബിൽ പ്രതീക്ഷ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് സബബുകൾ നമ്മൾ സ്വീകരിക്കുക. അതല്ലാതെ ഡോക്ടറെ കാണിച്ചു, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ചിന്തയുമില്ല, ഡോക്ടറെ കാണിച്ചു, മെഡിസിനൊക്കെ എടുത്തു, പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല, അവസാനം ദുആ. അല്ല, അള്ളാഹുവിൽ നമുക്ക് അചഞ്ചലമായ വിശ്വാസം, എന്റെ റബ്ബ് എന്നെ പാഴാക്കുകയില്ല. വഹയിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇപ്പൊ നിങ്ങൾ ആ വിശ്വാസം സഹാബത്തിനുണ്ടായതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ചില ആളുകളെ കൂട്ടി യാത്ര പോവുകയാണ്. അങ്ങനെ ഒരു നാട്ടിലെത്തി, കാഫിരീങ്ങളുടെ നാടാണ്. അങ്ങനെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. അവർ പറഞ്ഞു ഭക്ഷണം നൽകില്ല. അങ്ങനെ ഈ സഹാബികളൊക്കെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഈ ഗോത്രത്തലവനെ തേള് കടിച്ചു, അല്ലെങ്കിൽ പാമ്പ് കടിച്ചു. അങ്ങനെ അവർക്ക് സാധിക്കുന്ന രൂപത്തിലൊക്കെ ചികിത്സ നടത്തി, എങ്ങനെയും രോഗം മാറുന്നില്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഘത്തിനരികിലേക്ക് അവരിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ട്, താങ്കളൊന്ന് ചികിത്സിക്കണം, താങ്കളുടെ അരികിൽ എന്തെങ്കിലും ചികിത്സയുണ്ടോ? അബൂ സഈദ് പറഞ്ഞു, ചികിത്സയുണ്ട്. അങ്ങനെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരുടെ അരികിലേക്ക് പോവുകയും കാഫിറായ ആ വ്യക്തിയെ റുഖിയ ചെയ്യുകയും ചെയ്തു. എന്താ റുഖിയ ചെയ്തത്? സൂറത്തുൽ ഫാത്തിഹ ഓതി, വേറൊന്നുമില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതി. ഹദീസിൽ കാണാം, കഅന്നമാ നശിത മിൻ ഇഖാൽ, ഒരു കെട്ടിട്ട് കെട്ടിയവനെ പോലെയാണ് ആ വ്യക്തി ഉണ്ടായിരുന്നത്. കാരണം വേദന കാരണത്താൽ എഴുന്നേൽക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയിലുണ്ടായ വ്യക്തിയുടെ മുമ്പിൽ വന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഒരു പ്രശ്നവുമില്ലാത്ത പോലെ നടന്നു. എന്തുകൊണ്ടാണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ ചില സംസാരങ്ങളിൽ കാണാം, ഓതിയ ആളുടെ ഈമാനിന്റെ അത്രയും ഖുവ്വത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുമെന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഖിറാഅത്ത് കാരണത്താൽ തേള് കടിയേറ്റ വ്യക്തികൾക്ക് അതിൽ നിന്ന് ശമനം ലഭിച്ചു. അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി നമുക്ക് കാണാം. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുഫ്ഹിമിലാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, ഈ റുഖിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് ശമപ്പെടുന്നത്, രോഗം ഭേദമാകുന്നത് കേവലം നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ മാനസികമായ പ്രയാസങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് തേള് കടിച്ചാലും അത്തരത്തിലുള്ള രോഗങ്ങൾക്കും അത് ഫലപ്രദമാണ്. എപ്പോൾ
നമ്മുടെ ഈമാൻ ശക്തമാണെങ്കിൽ, അള്ളാഹുവിലുള്ള സിഖത്ത്, അവനിലുള്ള തവക്കുൽ ഏറ്റവും ശക്തമാണെങ്കിൽ. ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാളെ തേള് കടിച്ചു. അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, ഇന്ന ആളെ തേള് കടിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഇന്നലെ വൈകുന്നേരം അദ്കാറുകൾ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഈമാൻ, ഇതാണ് അവരുടെ സിഖത്ത്. അവർക്ക് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം, അള്ളാഹുവിലുള്ള സ്വർഗത്തിൽ അത്രയും സത്യസന്ധമായ ആഗ്രഹം. മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, എനിക്ക് അല്പം ഉറങ്ങണം. ആരാണ് എനിക്ക് കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, പഴയ കാലഘട്ടത്തിലുള്ള സമ്പ്രദായം അങ്ങനെയാണ്. ഒരു യുദ്ധസൈന്യം തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഉറങ്ങും, 1-2 ആളുകൾ കാവലിരിക്കും. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കാവലിരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹവും മറ്റൊരു സ്വഹാബിയും. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം തീരുമാനിച്ചു, ആദ്യം ഞാൻ ഉറങ്ങാതിരിക്കാം, താങ്കൾ ഉറങ്ങിക്കോളൂ. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ താങ്കളെ ഞാൻ എഴുന്നേൽപ്പിക്കാം. അങ്ങനെ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു നിന്നു, മറ്റേ സ്വഹാബി ഉറങ്ങി. അബ്ബാദ് ഇബ്നു ബിശ്ർ കരുതി വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കാം. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ശത്രു അബ്ബാദ് ഇബ്നു ബിശ്റിനെ കണ്ടു. അദ്ദേഹത്തിന് നേരെ അമ്പ് ചെയ്തു. അബ്ബാദ് ഇബ്നു ബിശ്റിന്റെ ശരീരത്തിൽ അമ്പ് തറച്ചു. അങ്ങനെ രക്തമൊഴുകാൻ തുടങ്ങി. അദ്ദേഹം നിസ്കാരം നിർത്തിയില്ല. വീണ്ടും അമ്പ് ചെയ്തു. അദ്ദേഹത്തിന് പ്രയാസം വല്ലാതെയായി, പക്ഷെ അദ്ദേഹം നിസ്കാരം നിർത്തിയില്ല. അവസാനം മറ്റേ സഹാബി എഴുന്നേറ്റു. വിശാലമായ സംഭവമാണ്. മറ്റേ സഹാബി ഉറക്കിൽ നിന്ന് ഉയർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റപ്പോൾ ആ സഹാബിയോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് അമ്പ് താങ്കളുടെ ശരീരത്തിൽ തറച്ചിട്ടും താങ്കൾ നിസ്കാരം നിർത്താതിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ആ സൂറത്ത് പൂർത്തീകരിക്കാതെ സലാം വീട്ടാൻ എനിക്ക് മനസ്സ് വന്നിരുന്നില്ല. അവർക്ക് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് സഹോദരങ്ങളെ. ഈ ആയത്തുകളൊക്കെ അവർ ഓതുമ്പോൾ അവർ സന്തോഷിച്ചിരുന്നു. ഖുർആനിന്റെ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ ഓതുമ്പോൾ അവർ സന്തോഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആവർത്തിച്ച് ജയിലിൽ അടക്കപ്പെട്ടപ്പോഴും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ എന്ത് പറയാറുണ്ട്? മാ യഫഅലു അഅദാഇ ബി, എന്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്നെ ജയിലിൽ അടച്ചു, പുറത്തേക്ക് ഇറക്കി, വീണ്ടും ജയിലിൽ അടച്ചു, പുറത്തേക്ക് ഇറക്കി, ജയിലിൽ അടച്ചു, നാട് കടത്തി, അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ജയിലിൽ അടച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അവസാനം ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം പറയാറുണ്ട്, ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? എന്റെ സ്വർഗം എന്റെ ഹൃദയത്തിലാണ്. എന്റെ റബ്ബുണ്ട് എനിക്ക്. എന്റെ റബ്ബ് ഒരിക്കലും എന്നെ പാഴാക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാം, 3 ഭരണാധികാരികൾ തുടർച്ചയായി വന്ന് അദ്ദേഹത്തെ പീഡിപ്പിച്ചു. ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ ഇമാം, ഇന്നൽ അംറ ഖദ് അദമ വസ്തതാൽ, വിഷയം വളരെ സങ്കീർണമാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയണം, അതല്ല എങ്കിൽ ആളുകളെ കൊല്ലുന്ന അവസ്ഥയാണ്. ഈ ഭരണാധികാരികൾക്കെതിരിൽ നമ്മൾ ഇറങ്ങട്ടെ. ഇമാം അഹ്മദ് പറഞ്ഞു, ഇറങ്ങാൻ പാടില്ല. നമുക്കൊരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഭരണാധികാരി മാറി അദ്ദേഹം അഹ്ലുസുന്നയെ ഇസ്സത്തിലാക്കുകയും ഇമാം അഹ്മദിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ വന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ ദീന് പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബ് ഒരിക്കലും നമ്മെ പാഴാക്കുകയില്ല. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ഏറ്റവും വലുത് സംഭവിക്കാനുള്ളത് എന്താ? നാം മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നാം പോകേണ്ടത് എവിടേക്കാണ്? അല്ലാഹുവിലേക്കാണ്. ആ റബ്ബ് നമ്മെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നമുക്ക് ഭയപ്പെടാനില്ല. അതുകൊണ്ട് അല്ലാഹ ഫി തൗഹീദ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുക, തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുക, ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സഹോദരങ്ങൾ ഓരോരോ നാട്ടിലേക്ക് പോയാൽ അവിടെയുള്ള ആളുകളിലേക്ക് തൗഹീദ് എത്തിക്കുക. വല്ലാഹി ഈ ദഅവത്ത് അത് വിജയിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ ദഅവത്ത് ഓരോരോ വീടുകളിൽ എത്തുക തന്നെ ചെയ്യും. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, അതിനുവേണ്ടി അതിനെ സംരക്ഷിക്കാൻ ഒരു സമൂഹത്തെ, ഒരു സംഘത്തെ അല്ലാഹു ഭൂമിയിൽ ഹത്താ യഅതിയ അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വരുന്നവരെ അല്ലാഹു ഈ ഭൂമിയിൽ നിലനിർത്തുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു സംശയവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ടത് എന്താ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു ഫീ തഅതിഹി, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. സഹാബത്ത് ചോദിച്ചു, കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹു ഉപയോഗിക്കുക? പ്രവാചകൻ പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകും. ഏറ്റവും വലിയ സൽക്കർമ്മം തൗഹീദി ദഅവത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിലെ വിള്ളലുകൾ, അതിലെ പ്രശ്നങ്ങൾ അത് നാം പരിഹരിക്കുക, മറ്റുള്ളവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും.
ഇങ്ങനെ അല്ലാഹു അഅലം. പൊതുവെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ പറയാറുള്ളത്, ഒരു വാക്ക് ഒന്നിലധികം അർത്ഥങ്ങൾക്ക് സാധ്യത ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തോട് അതിന്റെ വിശദീകരണം ചോദിക്കാം, അദ്ദേഹം എന്താണ് അതിൽ ഉദ്ദേശിച്ചത് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വിധി നൽകപ്പെടുക. പക്ഷേ ഒരു വാക്ക് ഒരാൾ പറയുന്ന സമയം അതിൽ തെറ്റായ ആശയം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, ആ വാക്കുകൾ ഒഴിവാക്കണം. അപ്പൊ വാക്കിനോട് സ്വീകരിക്കുന്ന നിലപാട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയോട് സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചായിരിക്കും.